السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. നമ്മൾ 78 മുതൽ 84 വരെയുള്ള സൂറത്ത് ആൽ ഇമ്രാനിലെ 78 മുതൽ 84 വരെയുള്ള ആയത്തിന്റെ റിഫ്ലക്ഷൻസിലേക്കാണ്. അൽഹംദുലില്ലാ തഫ്സീർ കഴിഞ്ഞ ദിവസം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ലേറ്റ് ആയിട്ടായിരുന്നു. അപ്പം ആദ്യം നമുക്ക് 78ാമത്തെ ആയത്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. അഹ്ലുൽ കിതാബിലെ ഒരു ഗ്രൂപ്പ് ആളുകളുടെ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് അല്ലേ. വ ഇന്ന മിൻഹും ലഫരീഖൻ, അവരെന്താ ചെയ്യുന്നു പറഞ്ഞാൽ യൽവൂന അൽസിനതഹും ബിൽ കിതാബി ലിതഹ്സബൂഹു മിനൽ കിതാബ് അല്ലേ. വേദഗ്രന്ഥത്തിലെ വാക്കുകൾ വളച്ചൊടിക്കുന്ന ഒരു ഗ്രൂപ്പ് അവരിലുണ്ട്. എന്നിട്ട് എന്തിനു വേണ്ടിയിട്ട്? നിങ്ങൾ അത് ഗ്രന്ഥത്തിലുള്ളതാണെന്ന് വിചാരിക്കാൻ വേണ്ടിയാണ്. വമാ ഹുവ മിനൽ കിതാബി വയഖൂലൂന ഹുവ മിൻ ഇൻദില്ലാഹി വമാ ഹുവ മിൻ ഇൻദില്ലാഹ്. അത് ഗ്രന്ഥത്തിലുള്ളതല്ല. അവർ പറയും അത് അള്ളാന്റെ പക്കൽ നിന്നാണ് ഉള്ളതാണെന്ന്, എന്നാൽ അത് അള്ളാന്റെ പക്കൽ നിന്നുള്ളതും അല്ല. വയഖൂലൂന അലല്ലാഹിൽ കദിബി വഹും യഅലമൂൻ. അവര് അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പേരിൽ കള്ളം പറയുന്ന ആളുകളാണ്. അപ്പം തദബ്ബുറൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ അല്ലെ. നിങ്ങളെ ചിന്തകളൊക്കെ റിഫ്ലക്ഷൻസിലേക്ക് വന്നോട്ടെ കേട്ടോ. വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ തദബ്ബുർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. സൂറത്തു നിസായില് 46ാമത്തെ ആയത്തില് മനില്ലദീന ഹാദു യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. യഹൂദരിൽപ്പെട്ടവരത്രേ അവർ വാക്കുകളെ അവർ സ്ഥാനം തെറ്റിച്ച് പ്രയോഗിക്കുന്നു. അതായത് ഇവരെ യഹൂദരിൽപ്പെട്ട ഒരു ഗ്രൂപ്പ് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥത്തിൽ നിന്ന് വാക്കുകളെ തിരിച്ചും മറിച്ചും ഒക്കെ പ്രയോഗിക്കുന്നതായിട്ടും പറയുന്നതായിട്ടും ഒക്കെയുള്ള തെളിവുകൾ ഖുർആനിലുടനീളം വന്നിട്ടുണ്ട്. അവർ കറക്റ്റ് പൊസിഷനിൽ നിന്ന് മാറ്റിയിട്ട് പറയും അല്ലെ. അതല്ലെങ്കിൽ അവരെ അർത്ഥം മാറ്റി, നമ്മൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇതുപോലെയുള്ള തെളിവുകൾ ഖുർആനിൽ വേറെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. സൂറത്ത് മാഇദയിലും 13ാമത്തെ ആയത്തില് യുഹർരിഫൂനൽ കലിമ അൻ മവാദിഇഹി സെയിം സാധനം വന്നിട്ടുണ്ട്. ഓക്കെ, അവരതിന്റെ പൊസിഷനിൽ നിന്ന് മാറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളെ ഖുർആൻ, നമ്മളെ അവസാനത്തെ അവരവരുടെ ഗ്രന്ഥത്തിലാണ് ഇതൊക്കെ ചെയ്തത്. നമ്മളെ അവസാനത്തെ ഗ്രന്ഥമായ ഖുർആനിലെ വാക്കുകൾ ഇതേപോലെ മാറ്റാൻ പറ്റുമോ? പാടില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വന്തമായിട്ട് എടുത്തൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഖുർആനെ സംരക്ഷിക്കുന്നത് അല്ലെ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ. സൂറ അൽ ഹിജ്ർ ആയ നമ്പർ 9. തീർച്ചയായും നാം ആണ് അതിന്റെ ഉത്ബോധനം, ഈ ഉത്ബോധനം അവതരിപ്പിച്ചത്. തീർച്ചയായും നാം അതിനെ എന്താണ് ലഹാഫിദൂൻ, ഇന്ന ലഹു ലഹാഫിദൂൻ, നാം അതിനെ തീർച്ചയായും കാത്തു സൂക്ഷിക്കുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ ദിക്ർ ഇറക്കിയത്. ഇനി സൂറ ഫുസ്സിലാത്തിലെ 42ാമത്തെ ആയത്തില് ലാ യഅതീഹിൽ ബാതിലു മിൻ ബൈനി യദൈഹി വലാ മിൻ ഖൽഫിഹി, അതിന്റെ മുന്നിലൂടെയോ പിന്നിലൂടെയോ അതിൽ അസത്യം വന്നെത്തുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു പ്രോമിസ് ആണത്. ഒരു തരത്തിലും അതിന്റെ ഫ്രണ്ട് കൂടെയോ ബാക്ക് കൂടെയോ സൈഡ് കൂടെയോ ഒന്നും ഖുർആനിലേക്ക് ഒരു തരത്തിലുള്ള എഡീഷനും വരൂല. അത് അള്ളാന്റെ സംരക്ഷണത്തിലാണ്. അള്ളാഹ് അതിനെ സമ്മതിക്കൂല. അതിനു വേണ്ടി പല അറ്റംപ്റ്റ്സും സുബ്ഹാനല്ലാഹ് പല കാലങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. ചിലപ്പം ആക്ച്വൽ വാക്കുകൾ തന്നെ മാറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം. അപ്പം ചിലര് അള്ളാഹു സുബ്ഹാനഹു വ തആല, അതായത് നമ്മൾ അഖീദയൊക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ അഖീദയുടെ ഒക്കെ ഓരോ സ്റ്റേജുകളിൽ മെയിൻ സ്ട്രീം അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്ന് വഴിതിരിഞ്ഞു പോയ പല ആളുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പലതും പറഞ്ഞ സ്ഥലങ്ങളിൽ അത് അങ്ങനെയില്ല ഇങ്ങനെ എന്നൊക്കെ വ്യാഖ്യാനിച്ചു വെച്ചിട്ടുള്ള. അപ്പം അതുപോലെയുള്ള ഒരു ഉദാഹരണമാണ് ചില ആളുകൾ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കും എന്നുള്ള കാര്യത്തിൽ അവർക്ക് വിശ്വാസമില്ല. ഓക്കെ, അള്ളാഹ് സംസാരിക്കൂല, നഅൂദു ബില്ലാഹ്. പക്ഷെ ഖുർആനിൽ പലയിടങ്ങളിലായിട്ട് അല്ലെ ഖാല യഖൂലു എന്നൊക്കെ നമ്മൾ കാണുന്നുണ്ട് അള്ളാഹ് പറഞ്ഞതായിട്ട്. സുബ്ഹാനല്ലാഹ്. ഖുർആനില് വകല്ലമല്ലാഹു മൂസ തക്ലീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസയോട് സംസാരിച്ചതായിട്ട് പറയുന്ന ഒരു ആയത്തിന്റെ ഒരു ഭാഗമുണ്ട്. അവരിതിനെ എങ്ങനെയാ വായിക്കുന്ന വെച്ചാൽ വകല്ലമല്ലാഹ മൂസ തക്ലീമ. ഓക്കെ, ആക്ച്വലി ആയത്ത് വകല്ലമല്ലാഹു. അപ്പം അവർ അള്ളാഹുവിനെ അള്ളാഹ എന്നാക്കി മാറ്റുമ്പോൾ അള്ളാഹ് മൂസയോട് സംസാരിച്ചു എന്നുള്ളതിന്
പകരം എന്താവും? അള്ളാഹ് വാസ് സ്പോക്കൺ ടു, അതായത് അള്ളാഹയോട് സംസാരിക്കപ്പെട്ടു, മൂസയാൽ സംസാരിക്കപ്പെട്ടു എന്നായിട്ട് മാറും. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആൾക്കാർ ഇതുപോലെയുള്ള അറ്റംപ്റ്റുകൾ ഖുർആനിലെ തന്നെ വാക്കുകൾ മാറ്റാനും മറിക്കാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പല സമയങ്ങളിലായിട്ട്. സുബ്ഹാനല്ലാഹ്. ഇനി അർത്ഥങ്ങളിലേക്ക് വരുമ്പോൾ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് വാക്കുകളാണ്. അർത്ഥങ്ങളിലേക്ക് വരുമ്പോൾ അതിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആളുകൾ അന്നും ഇന്നും എന്നും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അതിനായിട്ട് ശരിക്കും വെബ്സൈറ്റുകളൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും പോയി നോക്കണ്ട. കാരണം ഇത് ഇങ്ങനെയല്ല അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തരുടെ എന്താ പറയാ നഫ്സിന്റെ ഇച്ഛകൾക്ക് അനുസരിച്ച് അതിനെ വ്യാഖ്യാനിക്കുന്ന രീതി. കാരണം നമ്മൾ ആരുടെ വ്യാഖ്യാനങ്ങളാണ് ഫോളോ ചെയ്യുക? സലഫുകളുടെ, അല്ലെ? അവരെന്താണോ പറഞ്ഞു വെച്ചത് അതാണ് ശരിയായിട്ടുള്ള വ്യാഖ്യാനം. തെളിവുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതിനുശേഷം സലഫുകൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം സഹാബാക്കള്, താബിഈങ്ങൾ, തബു താബിഈങ്ങൾ. അപ്പൊ അവരുടെ വിശദീകരണമാണ് നമ്മൾ ഖുർആന്റെ കാര്യത്തിൽ എടുക്കുള്ളൂ. പക്ഷേ ആ കാര്യത്തിൽ അർത്ഥങ്ങൾ മാറ്റുന്ന വേണ്ടി ശ്രമം നടത്തുന്നവർ അന്നും ഇന്നും എന്നും ഉണ്ട്. എന്നാൽ അവരൊക്കെ സക്സസ്ഫുൾ ആണോ? ഒരിക്കലും ഇല്ല. കാരണം അള്ളാന്റെ പ്രോമിസ് ആണ്. അതിന്റെ ഒറിജിനൽ ടെക്സ്റ്റും ഖുർആനിലുള്ള വാക്കുകളും അതിന്റെ അർത്ഥവും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പ്രിസർവ് ചെയ്യും. ആൾക്കാർ എന്നും ഖുർആനെ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും, വാക്കുകൾ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാവും, വ്യാഖ്യാനങ്ങൾ മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഈവൻ ഖുർആന്റെ മേലുള്ള ആക്ഷൻസ് ആണ് ഇന്നത് ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ലാന്ന് പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെ വരുത്തി തീർക്കാൻ ആളുകൾ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്പുറത്തെ സൈഡത്തും അതിനെ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളയും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അള്ളയും അത് അള്ളാന്റെ പ്രോമിസ് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം ശ്രമങ്ങൾ നടന്നോട്ടെ. അള്ളാഹു അതിനെ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൽ വരുന്ന ഫിത്നക്ക് ആവശ്യമായ, ആ ഫിത്നനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായ ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പ്രിസർവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരാറുണ്ട്. അതിന്റെ വാക്കുകൾ, അതിന്റെ അർത്ഥങ്ങൾ, അതിന്റെ വ്യാഖ്യാനങ്ങൾ, അതിന്റെ മേലുള്ള ആക്ഷൻസ്, അതായത് സുന്നത്ത്, അതിനു വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്ന, സ്ട്രഗിൾ ചെയ്യുന്ന, അങ്ങനെ അള്ളാന്റെ കലാമിനെ, അള്ളാന്റെ ദീനിനെ മുറുക്കെ പിടിച്ച് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇമാം അഹ്മദ് ബിൻ ഹംബലിന്റെ ഉദാഹരണം, അങ്ങേയറ്റം പെർസിക്യൂഷൻ അനുഭവിച്ചിട്ടുള്ള, പീഡനം അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് ചരിത്രത്തില്. മിഹ്ന ഞാൻ മുമ്പേത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് അബ്ബാസിദ് ഖലീഫമാരുടെ കാലം, അൽ മഅ്മൂൻ ഭരിച്ചിരുന്ന ഒരു സമയത്ത് അബ്ബാസിദ് ഖലീഫയെ മഅ്മൂൻ ഭരിച്ചിരുന്ന സമയത്ത് ഒരു ദീനീപരമായിട്ടുള്ള ഒരു ചോദ്യം, ഇന്ററോഗേഷൻ, ഒരു ക്വസ്റ്റ്യനിങ് നടന്നുകൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവര് എന്താ ശ്രമിച്ചതെന്ന് വെച്ചാൽ ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയാൻ വേണ്ടി പണ്ഡിതന്മാരെ നിർബന്ധിച്ചു. ഓക്കെ, ഖുർആൻ അള്ളാന്റെ കലാമാണെന്നുള്ളതല്ല, അള്ളാന്റെ സൃഷ്ടിയാണ് പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ന് പറയാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അതിനെ ശക്തമായിട്ട് എതിർത്തു. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, ഓക്കെ, എന്നെന്നും നിലനിൽക്കുന്ന അള്ളാന്റെ കലാമാണ്. കാരണം സൃഷ്ടിക്കപ്പെട്ടതെല്ലാം നശിച്ചു പോവല്ലോ. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് അങ്ങേയറ്റം പീഡനങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ പീഡനങ്ങൾ വന്നു കഴിഞ്ഞാലും അതിന് വിട്ടുകൊടുത്തിട്ടില്ല. ഏകദേശം കൊല്ലവർഷം 833 മുതൽ 848 വരെ 15 വർഷത്തോളമാണ് ഈ മെഹ്ന എന്ന് പറയുന്ന ഈ ഒരു റിലീജിയസ് പെർസിക്യൂഷൻ കടന്നു പോയത്. ഖലീഫമാരൊക്കെ അവരുടെ, അതായത് അതായത് ആദ്യം ഖുലഫാ റാഷിദീങ്ങളൊക്കെ കഴിഞ്ഞു, പിന്നെ ഉമയ്യദ് ഭരണം വന്നു, അതിനുശേഷം അബ്ബാസിദ് ഭരണം വന്നപ്പോൾ അതിന്റെ അവസാനത്തേക്ക് ആയപ്പോഴേക്ക് ഈ ഖലീഫമാരൊക്കെ കുറച്ച് ഇസ്ലാമിൽ നിന്നൊക്കെ വിട്ട് അവരാഹികമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് ദീനിനെ തിരികെയും മറക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പം അവർ സ്വാഭാവികമായും ദീനിലെ പല കാര്യങ്ങളും അവരുടെ കൺട്രോളിൽ വരുത്താൻ ശ്രമിക്കും. പണ്ഡിതന്മാർ ഇതിനെ എതിർക്കും, പണ്ഡിതന്മാരെ ശക്തമായിട്ട് അവർ എതിർക്കും. അങ്ങനെ അത്രയും പീഡനങ്ങളുടെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആ ഒരു സമയത്ത് ഈ രാജ്യത്തിന്റെ പുതിയ നിയമം, അല്ലെങ്കിൽ ഖലീഫമാരുടെ പുതിയ നിയമം അദ്ദേഹം അംഗീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ ജയിലിൽ അടച്ചു, ഒരുപാട് പീഡിപ്പിച്ചു, ശാരീരികമായിട്ട്, ഏകദേശം കൊലപാതകത്തിന്റെ അടുത്ത് വരെ. പക്ഷെ അദ്ദേഹം അതിനു വേണ്ടി ശക്തമായിട്ട് നിന്നു. ഇത് ഞാൻ മാറ്റി പറയൂല. അങ്ങനെ ഒറിജിനൽ ആയിട്ടുള്ള ഇസ്ലാമിന്റെ ആ ഒരു ടീച്ചിങ്സ് ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്, അല്ലെ? അന്ന് അതിനെ മണ്ണിട്ട് മൂടി പോയിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇന്നിപ്പോ ഖുർആൻ അള്ളാഹുവിന്റെ വചനമാണെന്ന് നമ്മൾ പോലും അറിയില്ലായിരുന്നു. പക്ഷെ അള്ളാഹിന്റെ പ്രോമിസ് അള്ളാഹ് കീപ്പ് ചെയ്തു. ഇമാം മാലിക്, അദ്ദേഹം ഒരിക്കൽ ഇതുപോലെ വേറൊരു പ്രശ്നത്തിന്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് വെച്ചാല്
കൈ നമസ്കരിക്കാൻ വേണ്ടി കൈ ഉയർത്താൻ പോലും പറ്റാത്ത രീതിയിൽ അയാളുടെ കൈ, അദ്ദേഹത്തിന്റെ കൈക്ക് അത്രയും, അതായത് ഇതും ഈ പറഞ്ഞ പോലെ അബ്ബാസിദ് ഭരണ സമയത്ത് തന്നെയാണ്. ആ സമയത്ത് ഒരു നിയമത്തിന്റെ പേരിൽ, ഹദീസുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമത്തിന്റെ പേരിലാണ് അദ്ദേഹത്തിനെ ഇതുപോലെ അറസ്റ്റ് ചെയ്ത് അടിച്ചടിച്ച്, അതായത് കൈയിന്റെ മേലെ തൂക്കിയിടുക ചെയ്തത്. കൈ മേലേക്ക് കെട്ടിയിട്ട് കൈന്റെ മേലെ തൂക്കിയിട്ടിട്ട് അടിച്ചടിച്ചടിച്ച് ഷോൾഡേഴ്സ് ഡിസ്ലൊക്കേറ്റ് ആയി പോകുന്നത് വരെ അത്രക്ക് വലിയ പീഡനത്തിലായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ആ ഒരു സമയത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഒരു ത്വലാഖിനെ കുറിച്ചുള്ള ഹദീസായിരുന്നു. അതായത് പ്രഷറിന്റെ മേലെ, ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു ത്വലാഖ് വാലിഡ് അല്ല എന്നുള്ള ഹദീസ്. അത് മാറ്റി പറയാൻ വേണ്ടിയിട്ടായിരുന്നു ആവശ്യം. ഖലീഫ എന്നാൽ മൻസൂർ ഓർഡർ ചെയ്തതാണ്. ഇമാം മാലിക് സമ്മതിക്കൂല. അപ്പം ഈ ഖലീഫ എന്തെന്ന് വെച്ചാൽ ഒരു സ്പൈനെ വിടും, ഈ ചോദ്യം അയാളുടെ അടുത്ത് ചോദിക്കുന്നു പറഞ്ഞിട്ട്, ഇമാം മാലിക്കിന്റെ അടുത്തിട്ട് അറിയാതെ. ഇമാം മാലിക് അപ്പോഴും അത് തന്നെ പറയും, ആളുകളുടെ മുമ്പിൽ ഒച്ചത്തിൽ പറയുകയും ചെയ്യും. അങ്ങനെ മദീനയിലെ ഗവൺമെന്റ്, ആ കാലത്തിലെ ഗവൺമെന്റ് ജാഫർ ഇബ്നു സുലൈമാൻ അദ്ദേഹത്തെ പിടിച്ച് ഇതുപോലെ പീഡിപ്പിക്കുക ചെയ്തത്. അപ്പം അത് ഇസ്ലാമികമായ ഒരു നിയമം, അതായത് ഖുർആനുമായി ബന്ധപ്പെട്ട ഹദീസുകളിലൊക്കെ വരുന്ന സുന്നത്തായ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ഇതുപോലെ ഓരോരുത്തരും, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, ഇവരൊക്കെ വർഷങ്ങളോളം, ഇബ്നു തൈമിയ ഏകദേശം 12 വർഷത്തോളം ജയിലിലായിരുന്നു പല രീതിയിൽ. അപ്പം എന്തെങ്കിലും രീതിയിൽ ഖുർആന്റെ ഒരു മീനിങ്ങിനെ ഇൻകറക്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സിഫാത്തിനെ മാറ്റി പറയാൻ, അല്ലെങ്കിൽ തൗഹീദിന്റെ ഡെഫിനിഷനെ മാറ്റി പറയാൻ ഇവർ തയ്യാറായിരുന്നെങ്കിൽ അവർക്ക് സുഖമായിട്ട് ഈ ദുനിയാവിൽ ജീവിക്കായിരുന്നു. കാരണം അന്നത്തെ കാലഘട്ടത്തിലെ അതോറിറ്റി, ഭരണാധികാരികൾ ഇത് അവർ പറഞ്ഞതിനെ നോ പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി പേടിപ്പിക്കും, ഇല്ലെങ്കിൽ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ വിടും. പക്ഷെ അവരതൊന്നും അനുവദിച്ചിട്ടില്ല. അപ്പം അവര് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് എന്തായി, സത്യമായിട്ടില്ലേ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ കാലഘട്ടത്തിലും ആളുകളെ കൊണ്ടുവന്ന അള്ളാഹിന്റെ പ്രോമിസ് അള്ളാഹ് കീപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഇല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറൊരാളെ കൊണ്ടുവരും. അപ്പം നമ്മൾ അതിന്റെ ഭാഗമാകാന്ന് പറയുന്നത് അള്ളാഹ് നമുക്ക് തരുന്ന വലിയൊരു ഫേവറാണ്. സുബ്ഹാനല്ലാഹ് അല്ലെ, നമുക്ക് തീരുമാനിക്കാം വേണോ വേണ്ടേ എന്നുള്ള. അപ്പൊ അള്ളാഹിന്റെ പ്രോമിസ് ആണ് ഈ ബുക്കിനെ പ്രിസർവ് ചെയ്യും എന്നുള്ളത് ഖുർആൻ അല്ലെ. ആൾക്കാർ എന്തൊക്കെ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അള്ളാഹു പ്രിസർവ് ചെയ്യും. എങ്ങനെ? ഉലമാക്കളിലൂടെ അല്ലെ, അറിവുള്ള ആളുകളിലൂടെ. സുബ്ഹാനല്ലാഹ്. അപ്പം പല കാലത്തിൽ പല രീതിയിൽ ആളുകൾ അള്ളാഹിന്റെ വചനങ്ങളെ മാറ്റാനും തിരുത്താനും ശ്രമിച്ചിട്ടുണ്ട്. ഭയങ്കര വലിയ ഒരു പാപമാണ്, യാതൊരു സംശയവും. നമ്മളിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിലും ഇപ്പം ചില ആളുകളെ കാണുമ്പോൾ അവർ ഭയങ്കര ഡീപ്പായിട്ടുള്ള നോളജ് ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് തോന്നും. അവർ വലിയ വലിയ ആയത്തുകളൊക്കെ അവർ കോട്ട് ചെയ്യും, ചരിത്രത്തെ കുറിച്ച് പറയും, ഹദീസുകളെ കുറിച്ച് പറയും. നമുക്ക് ഇവരാളടിപൊളിയാണല്ലോ, സംഭവമാണല്ലോ എന്നൊക്കെ തോന്നും. കാരണം നല്ല സംസാരിക്കാനുള്ള സ്കില്ലുകൾ ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. അപ്പം അവരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തൊരു കാര്യമുണ്ട്. പക്ഷേ പലപ്പോഴും അങ്ങനെയുള്ള പല ആളുകളും ഖുർആനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്യുന്ന, ദുർവ്യാഖ്യാനം ചെയ്യുന്നവരിൽ പെട്ടതായേക്കാം. സുബ്ഹാനല്ലാഹ്. അവര് അള്ളാഹിന്റെ ഖുർആൻ കലാം പറയുന്നതിനനുസരിച്ച് ജീവിക്കുന്ന ആളുകൾ ആവാതിരുന്നേക്കാം. സുബ്ഹാനല്ലാഹ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ മിസ്ഇന്റർപ്രിട്ടേഷനിൽ നമ്മൾ ചതിക്കപ്പെട്ടു പോയിക്കൂടാ. സുബ്ഹാനല്ലാഹ്. അപ്പം നാച്ചുറലി ഇത് കേൾക്കുമ്പോൾ പഠിച്ചോനെ ഇതെങ്ങനെയാ അറിയാ, നമ്മൾ മുമ്പ് പല തവണ പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയാം. അപ്പൊ നമ്മൾ വിചാരിക്കുമോ അവര് പഠിച്ചതല്ലേ, അപ്പൊ അവർക്ക് ആ ഡിഗ്രി ഉള്ളതല്ലേ, അവർ ഈ ഡിഗ്രി ഉള്ളതല്ലേ, അവർ ആ ബുക്ക് എഴുതിയില്ല, അപ്പൊ അവർക്ക് അറിയായിരിക്കും. എന്നാൽ അവർ പറയുന്നതൊക്കെ പച്ചവെള്ളം കൂടാതെ അങ്ങോട്ട് വിഴുങ്ങി കളയാം അല്ലെ. പലരും ഖുർആനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്. ഖുർആനെ ട്രാൻസ്ലേറ്റ് ചെയ്യാനൊക്കെ ഒരു മിനിമം ക്വാളിഫിക്കേഷന്റെ ആവശ്യമുണ്ട്. അതിന് കുറെ അതോറിറ്റിന്റെ ഇജ്മാ ഒക്കെ വേണ്ട കാര്യമുണ്ട്. പല വാക്കുകളും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് വേണം അതിന്. സുബ്ഹാനല്ലാഹ്. പലരും ഇസ്ലാമിന്റെ അവസാനത്തെ വാക്കാണ് നമ്മൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഫോളോ ചെയ്താൽ മതി എന്നൊക്കെയുള്ള രീതിയിൽ പലരും വന്ന് പറയാറുണ്ട്. അത് ലോകത്ത് എല്ലാ കാലത്തും എല്ലാ ഭാഗത്തും പല രീതിയിൽ നടക്കുന്ന കാര്യമാണ്. സുബ്ഹാനല്ലാഹ്. വർഷങ്ങളായിട്ട് പറഞ്ഞു വെച്ചിരിക്കുന്ന പല അർത്ഥങ്ങളെയും വ്യാഖ്യാനങ്ങളെയും ചലഞ്ച് ചെയ്തുകൊണ്ട് പുതിയ വ്യാഖ്യാനങ്ങളൊക്കെ കൊണ്ടുവരുന്ന, പുതിയ ടെക്നോളജി ബേസ് ചെയ്തിട്ട് ഇത് അങ്ങനെയല്ല ഇങ്ങനെയാണ്, അന്നത്തെ കാലത്ത് അങ്ങനെ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആളുകളും ഉണ്ട്. അതായത് സലഫുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ പറഞ്ഞു വെച്ച വ്യാഖ്യാനങ്ങളെ ചലഞ്ച് ചെയ്യുന്ന, അതിനെ സ്വീകരിക്കാതെ അവരുടെ പുതിയതായിട്ടുള്ള രീതിനെ കൊണ്ടുവരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം ആർക്കെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെന്ന് വെച്ചിട്ടോ അവരുടെ സംസാരത്തിൽ വാചാലത ഉണ്ടെന്ന് വെച്ചിട്ടോ ഒന്നും നമുക്ക് അവർ പറയുന്നതെല്ലാം അതേപോലെ വിഴുങ്ങാൻ നമ്മൾ വിചാരിക്കണ്ട. ഓക്കെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമ്മൾ വാൺ ചെയ്യാണ്. എപ്പോഴും ഇതുപോലെയുള്ള ആളുകൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം, വളരെ കോഷ്യസ് ആയിട്ടിരിക്കണം. പ്രത്യേകിച്ച്
ഖുർആനെ കുറിച്ച് ഭയങ്കര വാചാലമായി സംസാരിക്കുകയും ഖുർആനെ നമ്മൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവരെ ആറ്റിറ്റ്യൂഡ് ഖുർആനുമായിട്ട് ഉള്ളത് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമാണ്. ഖുർആനുമായിട്ടുള്ള റെസ്പെക്ട് അവർക്ക് കുറവാണ്. അല്ലെങ്കിൽ ഖുർആനിലുള്ളത് പോലെയുള്ള ആക്ഷൻസ് അല്ല അവരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അവർ പറയുന്നത് സ്വീകരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. ഒരു ഖുർആനെ ഇൻസൾട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഖുർആനിലെ നിയമങ്ങൾക്ക് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാത്ത ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന കാര്യത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കുന്നില്ല, പക്ഷെ ഖുർആന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം പൊക്കിപ്പിടിച്ച് സംസാരിക്കുന്ന ആളുകളാണെങ്കിൽ, അപ്പോൾ ആ ഒരു ഖുർആന്റെ എല്ലാ അവകാശങ്ങളും കൊടുക്കാത്ത ആൾക്കാരാന്ന് നമുക്ക് മനസ്സിലാവും, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അവരെ സ്വീകരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ വാർണിംഗ് ചെയ്തു തരാണ്, കണ്ണുകൾ തുറക്കാൻ വേണ്ടി പറയാണ്. അപ്പം എങ്ങനെയാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്? നമുക്ക് എങ്ങനെയാ ഇത് മനസ്സിലാവുക? നമുക്ക് കാര്യങ്ങൾ അറിയാമെങ്കിലേ പറ്റുള്ളൂ, അല്ലെ? അള്ളാന്റെ ഗ്രന്ഥത്തിന്റെ അർത്ഥവും വ്യാഖ്യാനങ്ങളും ഒക്കെ നമുക്ക് അറിയണം, നമ്മൾ പഠിക്കണം. കാരണം ആൾക്കാർ അത്രയും കൺഫ്യൂസ്ഡ് ആണ് ദുനിയാവില്. ഈ കൂട്ടർ അങ്ങനെ പറയുന്നു, ആ കൂട്ടർ ഇങ്ങനെ പറയുന്നു, നാളെ ആ കൂട്ടർ പറഞ്ഞ തെറ്റാണെന്ന് ഈ കൂട്ടർ പറയുന്നു, ഈ കൂട്ടർ പറഞ്ഞ തെറ്റാന്ന് ആ കൂട്ടർ പറയുന്നു. ഇനിയിപ്പോ നമ്മൾ ഏത് കൂട്ടരെ പിന്നാലെയാ പോകേണ്ടത്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സാധനം തന്നിട്ടുണ്ട്, അല്ലെ? ബുദ്ധി, ചിന്തിക്കാനുള്ള കഴിവ് നമുക്ക് പറ്റും. നമ്മൾ പഠിക്കണം. ഓക്കെ, അറിവും അതിനെങ്ങനെ പ്രയോഗിക്കണം എന്നും ഒക്കെ, അതായത് മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യലായിട്ട് കൊടുത്ത ഒരു കഴിവാണ് അറിവ് നേടുക എന്നുള്ളതും, അല്ലെ? അതിനുപയോഗിച്ച് ചിന്തിക്കുക എന്നുള്ളതും ആ ചിന്ത ഉപയോഗിച്ച് തീരുമാനം എടുക്കുക എന്നുള്ളതും. അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകാനും കോളേജിൽ പോകാനും ഇനി ഇതൊന്നും ഇല്ലെങ്കിലും വീട്ടിലെ പല കാര്യങ്ങളും നോക്കാനും പഠിച്ചിട്ട് ചെയ്യാനും, അല്ലെ? വീട്ടിലാർക്കെങ്കിലും രോഗം വന്നാൽ അവർ ചികിത്സിക്കേണ്ട രീതിയിൽ ചികിത്സിക്കാനും, ഭക്ഷണം ഏതെങ്കിലും പുതിയ റെസിപ്പി നോക്കേണ്ട രീതിയിൽ നോക്കിയിട്ട് ഉണ്ടാക്കേണ്ട രീതിയിൽ ഉണ്ടാക്കാനും നമുക്ക് അറിയാമെങ്കിൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള നമ്മളെ ജീവിതത്തിന്റെ ബേസിക്സ് പറഞ്ഞിട്ടുള്ള ഖുർആനെ കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കഴിവ് തന്നിട്ടുണ്ട്. അതിന് വലിയ ഡിഗ്രീന്റെ ആവശ്യമൊന്നുമില്ല. ഖുർആനെ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ മേലൊരു ബാധ്യതയാണ്. ഓരോ മുസ്ലിമിന്റെ മേലും അതൊരു ബാധ്യതയാണ്. അള്ളാഹ് പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കാൻ. അതിന് നമുക്ക് തഫ്സീറിൽ ഒരു ഡിഗ്രി വേണമെന്നോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, അള്ളാഹിന്റെ ഖുർആനിൽ എന്താ പറഞ്ഞത് നമ്മൾ മിനിമം മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാ സ്റ്റാർട്ട് ചെയ്യുക? ഒരു അൽഹംദുലില്ലാഹ് ഇവിടെ ഉള്ളവരെല്ലാം സ്റ്റാർട്ട് ചെയ്ത ആളുകളാണ്. പക്ഷെ ഇത് പൊതുവെ മറ്റു പലരും ഇങ്ങനെ അവര് ചതിക്കോ ഇവര് ചതിക്കോ, അവര് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയും. പിന്നെ നമ്മൾ എന്താ ചെയ്യാന്നുള്ള ഒരു ചോദ്യം വരും, അല്ലെ? ഏറ്റവും മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അൽഹംദുലില്ലാഹ് ഒരുപാട് ട്രാൻസ്ലേഷൻസ് ഇന്ന് അവൈലബിൾ ആണ്, അല്ലെ? വളരെ പല വ്യത്യസ്തമായ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള, മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും ഓരോരുത്തർക്ക് ഏത് ഭാഷയാണോ എളുപ്പം, സിമ്പിൾ ആയിട്ടുള്ളതും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതും ഒക്കെ ട്രാൻസ്ലേഷൻസ് ഉണ്ട്. അപ്പം ഏറ്റവും മിനിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ട്രാൻസ്ലേഷൻസ് വായിച്ചു നോക്കാം. അതുപോലെ അവൈലബിൾ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള തഫ്സീറുകൾ അതൊന്ന് വായിച്ചു നോക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ, അല്ലെ? ഒന്നും മനസ്സിലാവാണ്ടല്ലോ. അതിനെക്കുറിച്ച് അതിന്റെ പേരിൽ നമ്മൾ ആക്ട് ചെയ്യുക, നമ്മൾ ആ ഇൽമുകളെ അമലാക്കി മാറ്റുക. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് ക്ലാരിറ്റി ചോദിക്കുക. കുറച്ചും കൂടെ അള്ളാഹ് എനിക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കണമെന്നുണ്ട്. അള്ളാഹ് നമ്മളെ ഏറ്റവും ബെസ്റ്റിലേക്ക് ഗൈഡ് ചെയ്യും. ആ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ അവൈലബിൾ ആയിരിക്കുമല്ലോ. ഒന്നും അറിയാണ്ട് ഇങ്ങനെ പൊട്ടന്മാരമാരി നിൽക്കുന്ന അവസ്ഥയില്ലല്ലോ, അല്ലെ? നമ്മളെ മുമ്പിൽ എന്തായാലും ട്രാൻസ്ലേഷൻസ് അവൈലബിൾ ആണ്, തഫ്സീർ അവൈലബിൾ ആണ്. അതൊന്ന് എടുത്ത് വായിച്ചു നോക്കി നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാകുമ്പോൾ ആ കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അള്ളാഹ് നീ എനിക്ക് കുറച്ചും കൂടെ താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ജീവിതം കൊണ്ട് അൽഹംദുലില്ലാഹ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? അള്ളാഹു നമ്മളെ ബെസ്റ്റിൽ നിന്ന് ബെസ്റ്റിലേക്ക് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ അങ്ങനെ ശരിക്കും പിന്നെയും കൂടുതൽ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ അതും നമ്മൾ എന്ത് ഉറപ്പുവരുത്തുക? ആ ഇൽമിനെ നമ്മൾ അമലാക്കുന്നുണ്ട്, അതായത് തഖ്വയുള്ള ആൾക്കാരാണെന്ന്. അതായത് അള്ളാഹ് ഒരു കാര്യം ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നുണ്ട്, ചെയ്യരുതെന്ന് പറഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പുവരുത്താം. അപ്പൊ അള്ളാഹ് എന്ത് ചെയ്യും? വയഅല്ലിമുക്കുമുല്ലാഹ്, നിങ്ങളെ കൂടുതൽ പഠിപ്പിക്കും. അതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതുവരെ നമുക്ക് ഒരു പഠനത്തിൽ നിന്നും മനസ്സിലാവാത്ത ട്രഷേഴ്സ് ഒക്കെ, മുത്തുകളും പവിഴങ്ങളും ഒക്കെ ചിന്തിക്കുമ്പോൾ തദബ്ബുർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. തദബ്ബുർ എന്ന് പറഞ്ഞാൽ എന്തോ കടിച്ചാൽ പൊട്ടാത്ത സാധനമാണോ? അല്ല. നമ്മൾ വിശ്വസിക്കുന്ന ഖുർആനിലെ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിലെ വാക്കുകളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുന്ന കാര്യമുള്ളൂ. അതായത് ഇപ്പൊ നമ്മളടുത്ത് വീട്ടിലാരെങ്കിലും നമ്മളെ രണ്ട് ചീത്ത പറഞ്ഞു കഴിഞ്ഞാല് അതിനെക്കുറിച്ച് നമ്മൾ 2.5 ദിവസം ചിന്തിക്കും, അല്ലെ? ചിലപ്പോൾ 3-ാമത്തെ ദിവസമൊക്കെ ആയിരിക്കും നമുക്ക് അതിൽ നിന്ന് റിലീഫ് കിട്ടുക. അതേപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ നമ്മളോട് ചിന്തിക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് തദബ്ബുർ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ അറിയില്ല, അല്ലെ? നമുക്ക് പറ്റാഞ്ഞിട്ടല്ല, വേണ്ടാഞ്ഞിട്ടാ. നമ്മൾ അതിനു വേണ്ടി നമ്മൾ പുഷ് ചെയ്യാഞ്ഞിട്ടാ. അപ്പം പഠിക്കുക, പ്രാവർത്തികമാക്കുക, ദുആ ചെയ്യുക, മനസ്സിലായതിനെ കുറിച്ച് ചിന്തിക്കുക. ചിന്തിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു എന്താ പറയാ
ട്രഷർ ഹണ്ട് പോലെയാണ്. നമ്മളിങ്ങനെ ഓരോ കീ ഇട്ട് ഓരോ ലെവൽ അൺലോക്ക് ചെയ്യുമ്പോൾ അടുത്ത ലെവൽ നമ്മളെ മുമ്പിൽ തുറന്നു വരും. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എങ്കിലും തദബ്ബറിന് വേണ്ടി മാറ്റി വെക്കാം. നമ്മൾ പഠിച്ചതിനപ്പുറത്തുള്ള തിരിച്ചറിവുകൾ നമുക്ക് വരും. നമ്മളെ ബുദ്ധിനെ കറക്റ്റ് ആയിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടത് നമുക്ക് അള്ളാഹ് പഠിപ്പിച്ചിരുന്നു. കാരണം അള്ളാഹുവാണ് ഏറ്റവും വലിയ ടീച്ചർ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ഇഖ്ലാസ് ഉണ്ടാവുമ്പോൾ അള്ളാഹു വഴികൾ തുറന്നു തരും. അള്ളാഹു നമുക്ക് വേണ്ട ടീച്ചേഴ്സിനെ, നമുക്ക് ഓരോരുത്തർക്കും സെറ്റ് ആവുന്ന അധ്യാപകർ അള്ളാഹു നമുക്ക് കൊണ്ടുതരും. അങ്ങനെ നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല അധ്യാപകരാക്കും. സുബ്ഹാനല്ലാഹ്. അപ്പം ദുനിയാവില് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ഫിത്നകൾ നടക്കുന്നുണ്ടാവും, ഒരുപാട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്നുണ്ടാവും. ഇതൊക്കെ ഞാൻ എങ്ങനെയാ തിരിച്ചറിയാ? ഓരെയാണോ ശരിയാ, ഇവരാണോ ശരി എന്ന് ഇവരോട് ചോദിക്കുക, അവരോട് ചോദിക്കുക, അവിടെ റിസർച്ച് നടത്തുക, ഇവിടെ റിസർച്ച് നടത്താന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഏത് റിസർച്ച് നടത്തി കഴിഞ്ഞാലും ഒരാൾ ശരിയാന്ന് പറയുമ്പോൾ നാളെ മറ്റാൾ പറയും ഇയാൾ പറഞ്ഞാൽ തെറ്റാന്ന്. നമുക്ക് എന്താ ചെയ്യാനുള്ളത്? സിമ്പിൾ, ഇഖ്ലാസ് വേണം. ഓക്കെ, റബ്ബിന്റെ മാർഗത്തില് റബ്ബ് പറഞ്ഞത് എന്താന്ന് മനസ്സിലാക്കി ജീവിക്കാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ റബ്ബ് പറഞ്ഞത് എന്താന്ന് കേൾക്കാൻ പോകും, അല്ലെ? മനസ്സിലാക്കാൻ പോകും. ജസ്റ്റ് വായിച്ചിട്ട് മനസ്സിലാക്കാൻ പോകും. മനസ്സിലാക്കിയതൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നോക്കും. റബ്ബിന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കും. റബ്ബ് അടുത്തത് പഠിപ്പിക്കും. പക്ഷെ പഠിപ്പിക്കുന്ന മീൻസ് വേറെ പല വഴികളിലൂടെ ആയിരിക്കും. കാരണം വഹി നമുക്കില്ല, അല്ലെ? നമ്മളെ അള്ളാഹു സുബ്ഹാനഹു വ തആല വേറെ പലതിലൂടെയും നമുക്ക് വേണ്ടത് അള്ളാഹു എത്തിക്കും. അത് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു, വീണ്ടും പ്രവർത്തിക്കുന്നു, ദുആ ചെയ്യുന്നു, വീണ്ടും അള്ളാഹു ഇൽമ എത്തിക്കുന്നു. ഇതിനിടക്ക് മിസ്സായി പോകാത്തൊരു സാധനം എന്താണ്? ഇഖ്ലാസ്. വേറെ നീയത്തുകളായി പോകാതിരിക്കുക. അതിനും അള്ളാഹിന്റെ അടുത്ത് ദുആ ചെയ്യുക. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ദുആ ചെയ്തിട്ടുണ്ട്, അല്ലേ? യാ മുഖല്ലിബൽ ഖുലൂബ്. നമ്മളും ദുആ ചെയ്യണം. കാരണം ആളുകൾ അത്രയും മിസ്ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നുണ്ട്, അത്രയും മിസ്ലീഡ് ചെയ്യുന്നുണ്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിനെ ഉപയോഗിച്ചിട്ട്. മിസ്കണ്ടക്ഷൻ നടക്കുക. അതായത് ഖുർആനിന് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യും. പക്ഷെ ഖുർആൻ അല്ലാതെ ജീവിച്ചിട്ട് ഇതാണ് ഖുർആൻ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന വിഭാഗങ്ങളും ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് പറയുന്നത് ഫോളോ ഉണ്ട്, ഇവര് പറയുന്നത് ഫോളോ ചെയ്യേണ്ടത് നമ്മൾ ബേജാറാവുകയും വേണ്ട. അള്ളാഹിന്റെ കലാമാണ്, അള്ളാഹു നമുക്ക് കാണിച്ചു തരും. അതിനെ നമുക്ക് ഫോളോ ചെയ്താൽ മതി. നമ്മളെ സൈഡിൽ നിന്നും ഇഖ്ലാസ് വേണം, പഠിക്കണം, പ്രാവർത്തികമാക്കണം, ദുആ ചെയ്യണം. ഇഖ്ലാസ് വേണം, പഠിക്കണം, പ്രാവർത്തികമാക്കണം, ദുആ ചെയ്യണം. ഇൻഷാ അല്ലാഹ്. ഒരുപാട് കൺഫ്യൂഷൻസ് ദുനിയാവിലുണ്ട്. കുറേ തെറ്റായ കാരണങ്ങൾ ആളുകളിൽ വ്യാപിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്ക് ഖുർആൻ അറിയില്ല, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും തെറ്റിക്കാൻ വേണ്ടിയിട്ട് ശൈത്താന്യത്തിന്റെ ആളുകളായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുക, നമ്മൾ ആദ്യം പഠിക്കുക, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അപ്പൊ നമുക്ക് എന്താവും? ക്ലിയർ ആവും ഓരോ കാര്യങ്ങൾ. ചിലത് പ്രവർത്തിച്ച് തുടങ്ങുമ്പോഴാണ് ഓ ഇത് ഇങ്ങനെയാണല്ലേ, അല്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാന്റെ അടുത്തുള്ള ഇങ്ങനെ ഉണ്ടല്ലോ, എന്താ ചെയ്യണ്ടേ? അള്ളാഹു നമുക്ക് അതിനുള്ള ഉത്തരം എത്തിക്കും. നമുക്ക് ആൾക്കാരോട് ചോദിക്കാൻ പറ്റുമെങ്കിൽ ചോദിക്കാം, ഉത്തരം എത്തിക്കും. അങ്ങനെ നമ്മൾ എന്നെ ക്ലിയർ ആക്കുക. എന്നിട്ട് നമ്മളുടെ പ്രവർത്തനങ്ങളിലൂടെയും വാക്കുകളിലൂടെയും അതിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ആപ്ലിക്കബിൾ ആണ്, ഈ കാലത്തിലും ഖുർആൻ ആപ്ലിക്കബിൾ ആണെന്ന് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. അത് സംസാരിച്ചാൽ നടക്കൂല. കാരണം പലരും പറയും ഒരു വലിയ വർത്താനം, പക്ഷെ ഒരു ജീവിതത്തിൽ ഒന്നും ഇല്ല എന്നല്ലേ. പക്ഷെ വർത്താനം പറയാതെ നമ്മൾ ജീവിച്ചാലോ? സുബ്ഹാനല്ലാഹ്. കാരണം അപ്പുറത്തെ സൈഡിൽ അത്രയും പ്രൊപ്പഗേഷൻ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഖുർആൻ ഇന്നത്തെ കാലഘട്ടത്തിൽ വർക്കാവൂല, അതൊക്കെ പഴയ കാലത്തേക്ക് വന്നതാണ്. ഇന്നത്തെ കാലത്തിൽ ഇതൊക്കെ ജീവിക്കണമെങ്കിൽ ഭയങ്കര പ്രയാസമാണെന്ന് പറഞ്ഞു പ്രചരിപ്പിക്കുകയും പറയാതെ പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പല വിഭാഗങ്ങളുണ്ട്. അപ്പൊ നമ്മളെ ഉത്തരവാദിത്തം എന്താ? അത് ഇന്നത്തെ കാലത്ത് വർക്കാവും, എളുപ്പത്തിൽ വർക്കാവും, നമ്മൾ കാണിച്ചു കൊടുക്കണം. പക്ഷെ നമ്മൾ അതിനെ ഇറങ്ങി തിരിച്ചാൽ ഇബ്ലീസ് വരും, നിയത്ത് തെറ്റിക്കും, പലതരത്തിലുള്ള വസ്വസകളും കൊണ്ടുവരും. നമ്മളെ നെഫ്സിന്റെ ഇച്ഛകൾ കൊണ്ട് നമ്മളെ വീണ്ടും വീണ്ടും വീഴ്ത്തും. നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് എഴുന്നേറ്റ് നിന്ന് പൊടി തട്ടി ശരിയായി തോന്നുമ്പോൾ അപ്പം മൂപ്പര് പഴയ എന്തെങ്കിലും മണ്ട് നിർത്തി എന്തെങ്കിലും ഒരു തിന്മയും കൊണ്ടുവരും. എന്നിട്ട് അതിനകത്ത് പെട്ടു 2 ദിവസം കഴിയുമ്പോഴാണ് ബോധോദിക്കുക, പടച്ചോനെ ഞാൻ തുടങ്ങിയ യാത്ര പകുതിയായി പോയല്ലോ, വീണ്ടും തുടങ്ങാം. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ട്രാക്കിലാവുന്നു, അത്രയും പെട്ടെന്ന് നമുക്ക് എന്താ ഖുർആൻ എന്നുള്ളത് നമുക്ക് ദുനിയാവിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. കാരണം നമ്മളെ കയ്യിൽ അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഉള്ളത്, അല്ലെ? ഇന്നത്തെ കാലത്ത് നമുക്കും നമ്മളെ മക്കൾക്കും ഒക്കെ ഇമാം അഹ്മദ് ഇബ്നു ഹംബലിനെ പോലെ, ഇമാം മാലിക്കിനെ പോലെയുള്ള, ഇബ്നുൽ ഖയ്യിമിനെ പോലെയുള്ള, ഇബ്നു തൈമിയെ പോലെയുള്ള പണ്ഡിതന്മാരെ, കാരണം അവരൊന്നും നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട ആൾക്കാരല്ല. പക്ഷെ അവരൊക്കെ അവരിലേക്ക് എത്തിയ വിശ്വാസം ജീവിച്ച് മാതൃകയാക്കി ഫൈറ്റ് ചെയ്ത്, ഖുർആന് വേണ്ടി ഫൈറ്റ് ചെയ്തിട്ട് നമ്മളിലേക്ക് എത്തിച്ച ആൾക്കാരാണ്. നമ്മളെ വരുന്ന തലമുറകൾക്കും വേണ്ട ഇത്. അതിന് നമ്മൾ ഫൈറ്റ് ചെയ്തേ മതിയോ? നമ്മൾ വളരെ കംഫർട്ടബിൾ സോണിലായിട്ട് നമ്മൾ വെറുതെ പടച്ചോനെ വരുന്ന തലമുറയെ സ്വർഗത്തിലാക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. സുബ്ഹാനല്ലാഹ്. അപ്പം എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഓടുന്നു അത്രയും നല്ലത്. ഇൻഷാ അല്ലാഹ് അടുത്ത 2 ആയത്തിന്റെ ഏകദേശം ഒന്നിച്ച് പറയാനുള്ളതാണ്.
അപ്പം അടുത്ത ആയത്തിൽ പറയുന്നത് മാ കാന ലി ബശരിൻ അൻ യുഅ്തിയഹു അല്ലാഹുൽ കിതാബ വൽ ഹുക്മ വന്നുബുവത ثم يقول للناس كونوا عبادا لي من دون الله ولكن كونوا ربانيين بما كنتم تعلمون الكتاب وبما كنتم تدرسون. അള്ളാഹു ഒരു മനുഷ്യന് കിതാബും ഹിക്മത്തും നുബുവത്തും അല്ലെ അതെല്ലാം നൽകിയിട്ട് പിന്നീട് നിങ്ങൾ എന്നെ ഇബാദത്ത് ചെയ്യുക, അള്ളാഹിനെ ഒഴിവാക്കിയിട്ട് എന്നെ ഇബാദത്ത് ചെയ്യുക അല്ലെങ്കിൽ എന്റെ ദാസന്മാരായിരിക്കും എന്ന് പറയാന്നുള്ളത് ഇംപോസിബിൾ ആണ്. അങ്ങനെ ഒരു കാര്യം നടക്കുകയില്ല. എന്നാല് പകരം എന്താ അവര് പറയാ, റബ്ബാനിയൂനാവാൻ വേണ്ടിയിട്ട് അല്ലെ, നിങ്ങൾ അള്ളാഹുവിന്റെ നിഷ്കളങ്ക ദാസന്മാരായിരിക്കണം എന്നാ പറയാ. അതെന്തുകൊണ്ടാ പറയുന്നത്, നിങ്ങൾ വേദഗ്രന്ഥം പഠിച്ചുകൊണ്ടിരിക്കുകയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് കൂടെ. നമ്മളിത് വിശദീകരിച്ചപ്പം ദർസിനെ കുറിച്ച് പറഞ്ഞിരുന്നു അല്ലെ. ദർസ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള പഠനം എന്നാ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ഇമ്പാക്ട് ഉണ്ടാക്കുന്ന, ഓക്കെ, ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്താൻ മാത്രം പാകമുള്ള പഠനമാണ് ദർസ് എന്ന് പറയുന്നത്. ഓക്കെ, അറ്റൻറ്റീവ് ആയിട്ടുള്ള സ്റ്റഡി. അപ്പൊ നമ്മളൊരു അല്ലെ, ഇപ്പം ഖുർആൻ ആണെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ അതിനെ ഓതുമ്പോൾ വായിക്കുമ്പോൾ നമ്മൾ എന്തിനാ അത് ഓതുന്നത് നമുക്ക് മറന്നുപോകരുത്. പലപ്പോഴും നമ്മൾ അത് മറക്കുന്ന ആൾക്കാരല്ലേ. ഇത് നമ്മൾ ഒരു ദിവസം ഖുർആൻ ഓതുന്ന എന്തൊക്കെ കാര്യത്തിലാണെങ്കിലും, ചിലപ്പോൾ നമ്മൾ രാവിലത്തെ വൈകുന്നേരത്തെ അദ്കാറിന്റെ ഭാഗമായിരിക്കാം, രാത്രി കിടക്കുന്നതിന് മുമ്പിലായിരിക്കാം, നമ്മളെ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ക്ലാസ്സിന്റെ ഭാഗമായിട്ട് അവിടെ ഓതി കൊടുക്കുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ നമ്മൾ ഓതുമ്പം എത്ര ശതമാനം വരെ നമ്മൾ ഓർക്കാറുണ്ട് നമ്മൾ ഇത് എന്തിനാ ഓതുന്നേ, സുബ്ഹാനല്ലാഹ്, എന്തിനാ നമ്മൾ ഇത് പഠിക്കുന്നേ. അപ്പം നമ്മൾക്ക് ഇമ്പാക്ട് ഉണ്ടാക്കണം ഖുർആൻ അല്ലെ. അപ്പൊ നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ പഠിക്കുമ്പോൾ എന്തിനാണ് നമ്മൾ ഇത് പഠിക്കുന്നത്, എന്താ ഇതിന്റെ പർപ്പസ്, എന്താ റീസൺ, എന്തിനാണ് അത്. ഏത് രീതിയിലുള്ള പഠനമാണെങ്കിലും, അർത്ഥം പഠിക്കുകയാണെങ്കിലും തഫ്സീർ പഠിക്കുകയാണെങ്കിലും ഹിഫ്ള് പഠിക്കുകയാണെങ്കിലും എന്താണെങ്കിലും എന്താണ് നമ്മളെ നോളജ്, അറിവ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയാണോ, കുറെ പഠിക്കാൻ വേണ്ടിയാണോ? ആണെങ്കിൽ ആ ഉദ്ദേശം പോരാ. അത് നമുക്ക് ഭയങ്കര പ്രയാസാക്കും ആ ഉദ്ദേശം. അത് നമ്മളെ മേലെ ഭാരമാക്കി മാറ്റും. സുബ്ഹാനല്ലാഹ്. കാരണം പലപ്പോഴും പലരും വന്ന് പറയാറുണ്ട് അല്ലെ, എനിക്ക് പഠിച്ചതൊന്നും ഓർമ്മയില്ല, ഞാൻ വാക്കുകൾ മറന്നു പോണ. സുബ്ഹാനല്ലാഹ്. നമ്മള് നല്ല വിശന്നിരിക്കുന്ന ഒരു വ്യക്തി, ഓക്കെ, ആ സമയത്ത് അയാൾക്ക് എന്താ വേണ്ടത്, ഭക്ഷണം വേണം അല്ലെ. പകരം അയാൾക്ക് നല്ല ഭക്ഷണത്തിന്റെ വീഡിയോസ് കാണിച്ചു കൊടുക്കുകയാണ്, കുക്കിംഗ് വീഡിയോസ് കാണിച്ചു കൊടുക്കുക. അയാളെ വിശപ്പടങ്ങോ? ചെറിയ ഒരു ശതമാനം തൽക്കാലം ഒരു അല്ലെ കാണുമ്പോൾ ഒരു സന്തോഷം, പക്ഷെ അപ്പോഴയാളെ മനസ്സിൽ ഫുഡ് കിട്ടണം. അപ്പൊ ഒരു കേക്ക് കാണും, ആ കേക്ക് ബേക്കിങ്ങിന്റെ ഒരു കുറെ വീഡിയോസ് അങ്ങനെ കാണിച്ചു കൊടുക്കുക. അത് അയാളെ ഹങ്കറിന്, അയാളെ വിശപ്പിന് അത് അടക്കുവോ? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മൾ ഈ പഠിക്കുന്നത് എന്തിനാ? കുറേ തലയിൽ കൂട്ടാൻ വേണ്ടിയിട്ടാണോ? കുറേ അറിവുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണോ? അല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ, ജീവിതം അതുകൊണ്ട് മാറാൻ. എങ്ങനെ മാറണം അതിനുള്ള അതും ഇതിനകത്ത് പറയുന്നുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. അപ്പൊ നമ്മളെ പഠനം എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ളതാണ്, കണക്ട് ചെയ്യാനുള്ളതാണ്, ഇൽമ അമലാക്കാനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ, അതായത് നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ പ്രാവർത്തികമാക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാവർത്തികമാക്കാതെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് വേറെ തന്നെ ഇരുന്ന് ബൈഹാർട്ടാക്കാൻ വേണ്ടി ഇരിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം പ്രാക്ടിക്കൽ ലെസൺസ് ഇപ്പം ലാബൊക്കെ ചെയ്തവർക്ക് എന്തായാലും അറിയാൻ പറ്റുമായിരിക്കും. ഏതെങ്കിലും വിഷയങ്ങളിൽ ലാബ് ചെയ്തിട്ടുള്ളവർക്ക്, സയൻസോ മാത്സോ ബയോളജിയോ എന്താണെങ്കിലും. കാരണം ലാബിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, അതിനകത്ത് നമ്മൾ ഫെയിലായിട്ട് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്ന എഫേർട്ട് ഒക്കെ കഴിയുമ്പോൾ ആ ഒരു എക്സ്പെരിമെന്റ് നമുക്ക് മറക്കുകയില്ല, അത് നമ്മളെ മെമ്മറിയിൽ നിന്ന് പോവുകയില്ല, നമ്മുടെ ലൈഫിൽ നിന്നേ അത് പോകില്ല. ഞാൻ അന്ന് ആ പരീക്ഷയ്ക്ക് തോറ്റത് ആ എക്സ്പെരിമെന്റ് കിട്ടിയിട്ട് അതിനിങ്ങനെ കിട്ടാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ അതിന് ആൻസർ കിട്ടാഞ്ഞിട്ടാണ് അല്ലെ. ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിൽ, ഒരു മോട്ടിവേഷൻ വീഡിയോയിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഡോണ്ട് ട്രസ്റ്റ് എവരിവൺ, നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കരുത്, ആൾക്കാർക്ക് പല ഉദ്ദേശങ്ങളുണ്ടാവും, അവർ ചിലപ്പോൾ നിങ്ങളെ ചതിച്ചേക്കാം. ഈ യൂട്യൂബ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത യൂട്യൂബ് വീഡിയോ കാണാൻ പോകും, അടുത്തത് കാണാൻ പോകും, അങ്ങനെ ഈ ലെസൺ നമുക്ക് അങ്ങ് മറന്നു പോയിട്ടുണ്ടാവും. ഓക്കെ, പക്ഷെ നമ്മളെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ ചതിച്ചു, ശരിക്കും അതിന്റെ കയ്പ് നമ്മൾ അറിഞ്ഞു, ആ ചതിയുടെ, നമ്മൾ അവരെ വിശ്വസിച്ച് അവർക്ക് വേണ്ടി നമ്മൾ പലതും ചെയ്തു കഴിഞ്ഞിട്ട് അവര് നമ്മളെ ചതിക്കുമ്പോൾ അതിന്റെ വിഷമം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനെ അത് പല രീതിയിൽ ബാധിച്ചു കഴിഞ്ഞാൽ ആ ലെസൺ നമ്മൾ മറക്കുമോ? ഒരിക്കലും മറക്കൂല അല്ലെ. ആ ഒരു ഡോണ്ട് ട്രസ്റ്റ് എവ്രി വൺ നമ്മൾ വേറെ എഴുതി വെച്ച് പഠിക്കാൻ വേണ്ടിയിട്ടോ ബൈഹാർട്ട് ആക്കാൻ വേണ്ടിയോ പിന്നെ നമ്മൾ ഇരിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മാത്രമല്ല, ഈ കാര്യം ആ യൂട്യൂബർ എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാളും ഭംഗിയായിട്ട് പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. ശരിയല്ലേ?
നമ്മൾ ആദ്യം കേട്ട യൂട്യൂബർ ഒന്നും ആയിരിക്കില്ല. നമുക്കിത് എക്സ്പീരിയൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കൊടുക്കും അല്ലെ, നമ്മൾ പുലിയായിരിക്കും. അപ്പൊ ഈ ഓർമ്മയിൽ നിൽക്കാത്ത പ്രശ്നവും വാക്കുകൾ ഓർമ്മയില്ലാത്ത പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മൾ ജീവിതത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞു കൊടുക്കുക. നമ്മൾ പഠിച്ച തെറ്റിൽ നിന്ന് ഉൾക്കൊണ്ട പാഠമാണ് പറഞ്ഞു കൊടുക്കുന്നത് അല്ലെ. അപ്പം പഠിക്കുക എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്, ആക്ട് ചെയ്യുക, അതിന്റെ മേല് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഒരു റബ്ബാനി. റബ്ബാനി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അവൻ സ്വയം ഒരു ആബിദാണ്, പ്ലസ് അവനൊരു മുഅല്ലിമാണ്. അതെങ്ങനെയുള്ള മുഅല്ലിം? ട്രെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു മുഅല്ലിമാണ്. രണ്ടും വേണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ സക്സസ്ഫുൾ ആവുള്ളൂ. കാരണം നബിമാരെന്താ ചെയ്തത്? ഇതാ ചെയ്തത്. സുബ്ഹാനല്ലാഹ് അല്ലെ. അവര് റബ്ബാനി ആവാൻ വേണ്ടിയിട്ട് ആളുകളെ വിളിച്ചത്. റബ്ബാനി എന്ന് പറഞ്ഞാൽ അവര് സ്വയം ആബിദായിരുന്നു, വർഷിപ്പ് ചെയ്യുന്ന, എന്താണ്, ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. പ്ലസ് അവര് മറ്റുള്ളവരെ ട്രെയിൻ ചെയ്യുന്ന രീതിയിൽ ടീച്ച് ചെയ്യുന്ന ടീച്ചേഴ്സുമായിരുന്നു. അപ്പം പ്രാക്ടീസ് യുവർ സെൽഫ്. നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഠിക്കുന്നത്, തല ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത്രയും പേജ് എനിക്ക് അറിയാന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടല്ല. ഖുർആനിൽ ഏത് ഭാഗത്തുനിന്ന് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ആയത്ത് എവിടെയുള്ളതെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടല്ല. ഏത് അർത്ഥം ചോദിച്ചാലും എനിക്ക് പറയാൻ വേണ്ടിയിട്ടല്ല. ഇതുകൊണ്ടൊന്നും നമുക്ക് പരലോകത്ത് രക്ഷപ്പെടാൻ പറ്റില്ല. പ്രതിഫലം കിട്ടും കുറച്ച് ഈ ചെയ്യുന്ന വർക്കിനൊക്കെ. കാരണം ഇതൊന്നും നമ്മൾ അനാവശ്യമായിട്ട് എന്താണ് യൂട്യൂബ് കണ്ട് തീർക്കുന്ന പോലെ അല്ലെങ്കിൽ സിനിമ കണ്ട് തീർക്കുന്ന പോലെ അല്ല. അർത്ഥങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് പ്രതിഫലമാണ്, ഖുർആൻ പാരായണം ചെയ്ത് ഹിഫ്ലാക്കുമ്പോൾ നമുക്ക് പ്രതിഫലമാണ്. പക്ഷേ റിയൽ സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ആരെ നോക്കിയിട്ട് അത് പഠിക്കുന്നത്? അല്ലത് അൻഅംത അലൈഹിം. അൻഅംത അലൈഹിം ആരാണ്? സ്വഹാബാക്കള്, പ്രവാചകന്മാര് അല്ലെ, സിദ്ദീഖീൻ. അവരെന്താണോ ചെയ്തത് അതാ നമ്മൾ ചെയ്യാൻ നോക്കുന്നത് അല്ലെ. അവര് തലയിൽ ഇങ്ങനെ കുറേ പഠിച്ച് ഫില്ല് ചെയ്ത് വെക്കുകയാണോ ചെയ്തത്? അല്ല, അവര് പ്രാക്ടീസ് ചെയ്തിട്ട് മറ്റുള്ളവരെ പഠിപ്പിച്ച ആൾക്കാരാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പഠിക്കുക. പഠിച്ചില്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല, പഠിച്ചില്ലെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കാനും പറ്റില്ല. ഓക്കെ, അതുകൊണ്ടാണ് ബിമാ കുന്തും തദറുസൂൻ. അപ്പൊ നിങ്ങൾ പഠിക്കുക, പഠിപ്പിക്കുക. പഠിപ്പിക്കുമ്പോൾ ട്രെയിൻ ചെയ്യുക. അതായത് എന്തിനാ ട്രെയിൻ ചെയ്യുന്നത്? അവരെ നമ്മളെ പോലെ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അതായത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, നമ്മളവരെ അബിതാവാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പഠിപ്പിക്കുമ്പോൾ ഇതിന്റെ തിയറി ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെ എഴുതി നിങ്ങൾ പരീക്ഷയ്ക്ക് പാസ്സാവണമെന്നാണോ പഠിപ്പിക്കേണ്ടത്? അല്ല, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ളതാണ്, അത് നിങ്ങൾ ചെയ്യണം എന്നാണ് പഠിപ്പിക്കുന്നത്. അതാണ് അള്ളാഹുലേക്ക് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് അള്ളാഹുലേക്ക് കണക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പം ബാക്ക്വേർഡ്സ് ആണ്. ഈ ആയത്തിൽ നമ്മൾ തിരിച്ചു വായിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആദ്യം തദറുസൂൻ, ഫസ്റ്റ് സ്റ്റെപ്പ് പഠിക്കുക അല്ലെ. പിന്നെ തഅല്ലിമൂൻ, സെക്കൻഡ് സ്റ്റെപ്പ് പഠിപ്പിക്കുക. പിന്നെ റബ്ബാനിയോൻ, തേർഡ് സ്റ്റെപ്പ്. ഇതായിരുന്നു എല്ലാ പ്രവാചകന്മാരുടെയും മിഷൻ. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതില് തദ്റുസൂൻ ഓക്കെ പഠിക്കുന്നുണ്ട്, തഅല്ലിമൂനെ നമുക്ക് മിസ്സാക്കാൻ പറ്റുമോ? അതങ്ങ് സ്കിപ്പ് ചെയ്ത് കളയാം, എന്നിട്ട് വേഗം അങ്ങോട്ട് റബ്ബാനിയോൻ ആവാന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇത് റബ്ബാനിയോനിൽ ഇത് പെടുന്നുണ്ട് അല്ലേ. അത് ഞാൻ പഠിക്കുന്നു, അൽഹംദുലില്ലാ. നമുക്ക് ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ് ഇവിടെ ഉള്ളവരൊക്കെ. ഞാൻ പ്രാക്ടീസും ചെയ്യുന്നു, പഠിച്ചതൊക്കെ അങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ വീട്ടിൽ മിണ്ടാണ്ട് കുത്തിയിരിക്കാം. തഅല്ലിമൂനല്ലാതെ നമുക്ക് റബ്ബാനിയൂനാക്കാൻ പറ്റുമോ? റബ്ബാനിയൂനാവാൻ മറ്റുള്ളവരടുത്ത് പറയാൻ പറ്റുമോ? നമ്മളൊക്കെ പ്രവാചകന്മാരെ പോലെ ആവാൻ പറ്റുമോ? ഇല്ല. റബ്ബാനി എന്താണ്? ശരിക്കും ഡിവോട്ടഡ് ആയിട്ടുള്ള ഒരു അബ്ദ് അല്ലെ, അങ്ങേയറ്റം സമർപ്പണം ചെയ്യുന്ന ഒരു അബ്ദാണ്. പ്ലസ് മറ്റുള്ളവർക്ക് തർബിയ, അതിനു വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് തർബിയ ചെയ്യുന്ന ആളാണ് റബ്ബാനി. അപ്പം പഠിപ്പിക്കാതെ തഅല്ലിമൂൻ ഇല്ലാണ്ട് റബ്ബാനി ആകാൻ പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ഈസി സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ പ്രവാചകന്മാർ ആരെങ്കിലും ഒരാൾ അത് കാണിച്ചു തരണമായിരുന്നു അല്ലെ. അവര് കാണിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ എന്താ വിചാരിക്കുന്നത്? നമ്മളാണ് ദുനിയാവിലുള്ളതില് ഏറ്റവും ബെസ്റ്റ് അബദ്ധകളിൽ. എന്റെ ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞാല് തഹജ്ജുദൊന്നും മിസ്സാക്കിയ ചരിത്രം പോലും എനിക്ക് ഓർമ്മയില്ല. എത്രയാ ഞാൻ പാരായണം ചെയ്യാൻ, എനിക്ക് ഇത്ര ഹിഫ്ളുള്ളത് കൊണ്ട് അതിങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ഞാൻ അങ്ങ് സ്വയം മറന്നു പോകും. നമ്മളെ കുറിച്ച് വിചാരിക്കുന്നല്ലേ, ഒരൊറ്റ സുന്നത്ത് നോമ്പ് ഞാൻ ഒഴിയൂല, ഞാൻ ബെസ്റ്റ് വർഷിപ്പറാണ് അല്ലെ. നമ്മൾ അങ്ങനെയാ വിചാരിക്കുന്നത്. ആൻഡ് നമ്മളാണ് ഏറ്റവും ബെസ്റ്റ് തർബിയ ചെയ്യുന്ന ആൾക്കാര്. അറ്റ്ലീസ്റ്റ് നമ്മളെ മക്കളടുത്തെങ്കിലും. ശരിയാണോ? നമ്മൾ സക്സസ്ഫുൾ ആണോ? ഈ ബെസ്റ്റ് അബദിന്റെ കാര്യത്തിലും ബെസ്റ്റ് തർബിയ ചെയ്യുന്ന കാര്യത്തിലും നമ്മൾ സക്സസ്ഫുൾ ആണോ? എങ്ങനെയാ അറിയാം നമ്മൾ സക്സസ്ഫുൾ ആണോന്ന്? സക്സസ് എങ്ങനെയാ മെഷർ ചെയ്യാം? എല്ലാം നമ്മളെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ എവിടെയാണ്? പ്രവാചകന്മാരിൽ. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം, എല്ലാവരുടെയും മനസ്സിൽ അതാണോ വരുന്നറിയില്ല, എന്റെ മനസ്സിൽ വരുന്ന ഒരു കാര്യമുണ്ട്. രാത്രി മണിക്കൂറുകളോളം കാലില് നീര് വന്നിട്ട് അതുപോലും ഓർമ്മയില്ലാണ്ട് നമസ്കരിച്ച് കഴിയുമ്പോഴും എങ്ങനെയാന്ന് ചോദിക്കുമ്പം ഞാൻ നന്ദിയുള്ള അടിമ ആവണ്ടേ എന്ന് പറയുന്നത്.
അല്ലാണ്ട് ഞാൻ കുറേ മണിക്കൂറുകൾ ഞാൻ അങ്ങനെ നിസ്കരിച്ച് ശീലിച്ചു പോയി, എനിക്ക് ഒരു ദിവസം നിസ്കരിക്കാതിരിക്കാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടേ. അപ്പം എത്രത്തോളം ഉയരത്തിലുള്ള ഇബാദത്തും എത്രത്തോളം ഹമ്പിൾ ആയിട്ടുള്ള ഒരു മറുപടിയും. അപ്പം അതാണ് നമ്മളുടെ റെഫറൻസ്, അതാണ് നമ്മളുടെ സ്കെയില്. ആ സ്കെയിലാണ് നമ്മൾ അളക്കേണ്ടത്. ആൻഡ് ബാക്കി എല്ലാ കാര്യങ്ങളിലും സാക്രിഫൈസ്, എല്ലാ ലെവലുകളിലും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത ത്യാഗം, ദീനിന് വേണ്ടി ചെയ്ത ത്യാഗം, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബാദത്താണ് അല്ലെ. നമ്മളുടെ ഇബാദത്ത് എവിടെയാ? എവിടെ വെക്കാൻ പറ്റും നമ്മളെ ഇബാദത്തിന്? ഇനി തെർബിയയിലേക്ക് വരുമ്പോൾ, കാരണം റബ്ബാനി ആവണമെങ്കിൽ ഇത് രണ്ടും വേണം. ബെസ്റ്റ് അബിതും ആവണം, ബെസ്റ്റ് ആയിട്ട് തെർബിയ ചെയ്യുന്ന ആൾക്കാരും ആവണം അല്ലെ. ആയിരക്കണക്കിന്, നൂറുകണക്കിന്, പതിനായിരക്കണക്കിന് ആളുകൾ ഇസ്ലാം സ്വീകരിച്ച തെർബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലെ. അവർ ഇസ്ലാമിലേക്ക് വരികയും അവരെ ഇസ്ലാമിലെ നിലനിർത്തുകയും ഇസ്ലാമിന് വേണ്ടി അവരെ ത്യാഗം സഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുകയും ചെയ്ത റിയൽ അബ്ദാക്കി മാറ്റിയ ട്രെയിനിങ് ആണ് അവർക്ക് കൊടുത്തത്. ഈ കാര്യത്തിൽ, തെർബിയയുടെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ്? ഈ അള്ളാഹ്ക്ക് അങ്ങേറ്റം സമർപ്പിച്ച അബദിന്റെ കാര്യത്തിൽ നമ്മൾ എവിടെയാണ്? നമുക്ക് നമ്മളെ സ്വന്തം വീട്ടിലല്ലേ നമ്മളെ ചെറിയ മക്കൾക്ക് തർബിയ കൊടുക്കാൻ നമുക്ക് പറ്റുന്നില്ല. സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മളെ കുറിച്ച് എന്താ വിചാരിച്ചു വെച്ചത്? ഇബാദത്ത് എന്നൊക്കെ പറഞ്ഞ അല്ലെ, നമ്മളതായ ഇബാദത്ത് അത് കണ്ട് ബാക്കിയുള്ളവർ പഠിക്കണം എന്നുള്ള ഒരു ലെവലിലാണ് നമ്മൾ. നമുക്കിങ്ങനെ അങ്ങനത്തെ ഒരു സംസാരിക്കാൻ കിട്ടിയ ഒരു അവസരമൊക്കെ നമ്മൾ വാതോരാതെ സംസാരിക്കും അല്ലെ, വാചാലരാകും നമ്മളെ ഇബാദത്തിനെ കുറിച്ച്. ഞാൻ അത് അങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്, അത് കേട്ടതിന് ശേഷം പിന്നെ ഞാൻ നിർത്തിയിട്ടേ ഇല്ല. സുബ്ഹാനല്ലാഹ്. അപ്പം എന്തുകൊണ്ടാണ് ഇവിടെ അത് ആ അവസ്ഥയിലേക്ക് എത്തിയ ആൾക്കാരുണ്ടോ? ഉണ്ടെങ്കിൽ ഹൈർ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ അവിടെ എത്തിയില്ല? ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്, എനിക്ക് തന്നെ വേണ്ടിയിട്ട് ഞാൻ ഒരു അനാലിസിസ് നടത്തുകയാണ്. എന്തുകൊണ്ട് ആ ഇബാദത്തിൽ നമ്മൾ അവിടേക്ക്, അതിന്റെ 7 അയലത്തൂല അവിടേക്ക് എത്തുന്നത് പോട്ടെ, അത് നമുക്ക് ആഗ്രഹിക്കാൻ, സ്വപ്നം കാണാൻ ശ്രമിക്കാം. പക്ഷെ അതിന്റെ ഏതെങ്കിലും താഴത്ത് എവിടെയെങ്കിലും നമുക്ക് എത്താൻ വേണ്ടിയിട്ട്, അതുപോലെ ആ തർബിയയുടെ താഴത്ത് എവിടെയെങ്കിലും നമുക്ക് ആർക്കെങ്കിലും തർബിയ കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? എന്തുകൊണ്ട് പറ്റിയിട്ടില്ല? കാരണം അതിന് ചില റിക്വസിറ്റ്സ്, പ്രീ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തത് ദർസ്. നമുക്ക് ദർസ് ഉണ്ടോ? യെസ്, ഭയങ്കര ദർസിന്റെ ആൾക്കാരാണ്. പക്ഷെ ദർസിന്റെ ഡെഫിനേഷൻ എന്താണ്? നമ്മളിൽ ഇമ്പാക്ട് ഉണ്ടാക്കണം, നമ്മളിൽ ഒരു ചേഞ്ച് വരുത്തണം. ശരിയായ രീതിയിലുള്ള ചേഞ്ച് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ? നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിക്ക് ചെയ്ത് പോകുന്നുണ്ടല്ലേ? കാരണം ഒന്ന് ആലോചിച്ച് നോക്കിയപ്പം ഈ ഒരു കഴിഞ്ഞ കുറെ ആയത്തുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ കാര്യം ദാവ ആണല്ലേ. എവിടെയാ നമ്മളുടെ ദാവ? അപ്പം നമ്മൾ ശരിയായ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ദർസ് അല്ല, നമ്മൾ ബ്രെയിൻ ഫില്ല് ചെയ്യുന്ന, നമുക്ക് കുറെ പഠിച്ചിട്ടുണ്ട്, കുറെ അറിയാമെന്ന് പറയുന്ന, നമ്മൾ ഏത് എക്സാം എഴുതിയാലും പാസ്സാവുമെന്ന് പറയുന്ന ദർസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടൂല. നമ്മളിൽ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന, നമ്മൾ പഠിച്ചത് പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന, ഫെയിൽ ആകുമ്പോൾ വീണ്ടും അതിനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന, അള്ളാന്റെ സഹായം തേടിക്കൊണ്ട് ആ കാര്യത്തിൽ എൽമിനെ അമലാക്കുന്ന കാര്യത്തിൽ മുന്നോട്ട് പോകുന്ന രീതിയിൽ ദർസ് എടുത്താലേ ആ ദർസിന്റെ പ്രയോജനം കിട്ടുള്ളൂ. ഇനി ത്വാലിമോൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ടോ? യെസ്, കുറെ ആളുകളൊക്കെ മാഷാഅല്ലാഹ് പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ ഉൾപ്പെടെ. പക്ഷെ ഏത് ലെവലിലാണ് നമ്മളുടെ പഠിപ്പിക്കലുകൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പോലെ, സ്വഹാബാക്കൾ ചെയ്തതുപോലെ? യെസ്, നമ്മൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെയും നമ്മളുടെ കംഫർട്ട് സോണിലാണ് അല്ലെ. നമ്മളെല്ലാവരും നമ്മളെ കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശരിയായ തഅല്ലിമോന്റെ പ്രതിഫലം അല്ലെങ്കിൽ ആ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നില്ല. യെസ്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മളെ കംഫർട്ട് സോണിൽ തന്നെയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അള്ളാഹു കാണിച്ചു കൊടുത്ത മാതൃകയും അത് തന്നെയാണ്. പക്ഷേ മെല്ലെ 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 പുറത്തേക്ക് വന്നിട്ടുണ്ട്. വരണമായിരുന്നു അല്ലെ, നമ്മളും വരണമായിരുന്നു. അടുത്ത ലെവലുകളിലേക്ക് പോകണം. എന്നിട്ട് ഓരോ ലെവലിലെയും ചാലഞ്ചസ് നമ്മൾ ഫേസ് ചെയ്യണം. അള്ളാന്റെ സഹായം ഉണ്ടാവുന്നുള്ള ഈമാൻ ഉണ്ടെങ്കിൽ, അള്ളാഹിനെ സഹായിച്ച അള്ളാഹ് സഹായിക്കും എന്നുള്ള ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ പോകും അടുത്ത ലെവലിലേക്ക്. അപ്പൊ നമ്മൾ ഈമാനെ എന്തൊക്കെയോ പ്രശ്നമുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ കംഫർട്ട് സോണിൽ ഒന്ന് അങ്ങോട്ടും ഒന്ന് ഇങ്ങോട്ടും ഇല്ലാത്ത അവിടെ തന്നെ ഇരുന്നിട്ട് ആ പറഞ്ഞത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ കൗമിനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ എന്നെയും കൂടെ നിശിതമായിട്ട് വിമർശിക്കുക. അപ്പൊ നമ്മൾ അടുത്ത ലെവലുകളിലേക്ക് പോയേ മതിയാവും, ചാലഞ്ചസ് ഫേസ് ചെയ്തേ മതിയാവും. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായത്തോടു കൂടി നമ്മൾക്ക് അതിനെ ഓവർകം ചെയ്ത് മുമ്പോട്ട് പോയേ മതിയാവും. അപ്പൊ നമുക്ക് സ്ലോ ആയിട്ട് നമുക്ക് റബ്ബാനി ആവാം. ശരിക്കും ഒരു ഡിവോട്ട് വർഷിപ്പർ, ഒരു ശരിക്കും സമർപ്പിച്ച ഒരു അബദ് എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ ഈ ഓരോ ഫേസിൽ നമ്മൾ ചലഞ്ചസ് ഫേസ് ചെയ്യുമ്പോൾ, നമുക്ക് അള്ളാന്റെ സഹായം കിട്ടുമ്പോൾ ഈ ഓരോ ഇൻസിഡന്റ് നമ്മളെ ഈമാനിനെ ബെറ്റർ ആക്കും.
നമ്മളെ അമലിനെയും ബെറ്റർ ആക്കും. ഈമാൻ ബെറ്റർ ആകുമ്പോൾ അമല് ബെറ്റർ ആക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ലെവലിലുള്ള നമസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഓരോ അനുഭവത്തിലും എനിക്കെന്റെ റബ്ബേ ഉള്ളൂ, എനിക്കെന്റെ റബ്ബും മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൂടുതൽ കൂടുതൽ സ്ട്രോങ് ആയിട്ട് എത്തിക്കൊണ്ടേയിരിക്കുകയാണ് എല്ലാ ചലഞ്ചിലൂടെയും പോകുമ്പോൾ. നമ്മളോ വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് നമ്മൾ അങ്ങോട്ട് പറയാണ് നമ്മളെ ഇബാദത്ത് വേറെ ലെവലാണെന്നല്ലേ. നമ്മൾ ഒരു ഇനിയെങ്കിലും കണ്ണടച്ച് പാല് കുടിക്കുന്ന നമ്മൾ നിർത്തണം. സ്വർഗത്തിലാണ് നമ്മളൊക്കെ. ഇതൊന്നും അല്ല ഇബാദത്ത്, നമ്മളൊന്നും ചെയ്യുന്നതല്ല ഇബാദത്ത്. അറ്റ്ലീസ്റ്റ് എനിക്കറിയാം ഞാൻ ചെയ്യുന്നതല്ല ഇബാദത്ത്. ശ്രമിക്കുകയാണ് നമ്മൾ. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അപ്പം അത് എത്രത്തോളം നമ്മൾ ആ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നു, എത്രത്തോളം ആ ഓരോ സ്റ്റെപ്പിലും നമ്മളുടെ ഈമാൻ ബൂസ്റ്റ് ആവുന്നു, അത്രത്തോളം അത് ബെറ്ററായി കൊണ്ടേയിരിക്കും. അല്ലാതെ കുറുക്കു വഴികളൊന്നും ഇല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും രണ്ട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് എളുപ്പമുള്ളത് എടുത്ത് കാണിച്ചു തന്നിട്ടുള്ള വ്യക്തിയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതാണ് ഏറ്റവും എളുപ്പം. കാണിച്ചു തന്നത് എന്താന്ന് നമുക്കറിയാം അല്ലെ. അപ്പം ബെസ്റ്റ് അബിതാവാൻ വേണ്ടിയിട്ട്, അങ്ങേയറ്റം സമർപ്പിക്കുന്ന അബിതാവാൻ വേണ്ടിയിട്ട് അതേ മാർഗമുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മളെ പഠനങ്ങൾ ജീവിതത്തിൽ ഇമ്പാക്ട് ഉള്ളതാക്കുക, അതായത് മാറ്റങ്ങൾ വരുത്തുന്നതാക്കുക. മാറ്റങ്ങൾ വരുത്തി തുടങ്ങുമ്പോൾ അതിനകത്ത് ചലഞ്ചസ് വരും. സുബ്ഹാനല്ലാഹ്. ആ ചലഞ്ചസിന് അള്ളാന്റെ സഹായത്തോടു കൂടി നമുക്ക് ഓവർകം ചെയ്യാം. എന്നിട്ട് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മളെ പഠിപ്പിക്കലുകളിലും അത് റിഫ്ലക്റ്റഡ് ആവും. ഓക്കെ, അതായത് പ്രവർത്തിക്കുന്നവർ പഠിപ്പിക്കുന്നതും ജസ്റ്റ് പഠിച്ചവർ പഠിപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹൃദയം ടു ഹൃദയം ആൻഡ് ബ്രെയിൻ ടു ബ്രെയിൻ ഡിഫറെന്റ് ആണ്. അപ്പം അത് ആ രീതിയിൽ നമ്മൾ താല്യമോൻ ചെയ്യുമ്പം അതിന്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. അതിങ്ങനെ അടുത്തടുത്ത ലെവലുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ ഗുണം നമുക്ക് കിട്ടും. അപ്പൊ നമുക്ക് റബ്ബാനി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പം അവിടെ ഉണ്ടാവും. ഏറ്റവും ബെസ്റ്റ് അബിതാവാനുള്ള എളുപ്പം ഉണ്ടാവും. ഏറ്റവും നല്ല തർബിയ ചെയ്യാനുള്ള അവസരം ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. ചെയ്യണ്ടേ? റെഡി ആണോ? ഇത് ഞാൻ റിയൽ ക്വസ്റ്റ്യനാ. ഒരു ഇമോജിയിലൂടെയെങ്കിലും റെസ്പോണ്ട് ചെയ്യാൻ എല്ലാവർക്കും. റെഡി ആണോ അറ്റ്ലീസ്റ്റ്? പക്ഷെ അറിയില്ല അല്ലെ, എനിക്കും അറിയില്ല. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാത്ത നമ്മൾ എന്താ ചെയ്യാ? അള്ളാന്റെ അടുത്ത് ചോദിക്കുക അല്ലെ. ഞാനും അതന്നെ ചെയ്യുന്നുള്ളൂ. എനിക്കും അറിയില്ല എന്താ ചെയ്യേണ്ടത് അടുത്ത ലെവലിലേക്ക് എത്താൻ. കാരണം കംഫർട്ടബിൾ സോണിൽ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് റബ്ബിന്റെ അടുത്ത് ചോദിക്കാം. നമുക്ക് ചെയ്യണം, നമ്മൾ ചെയ്തേ മതിയാവും. കാരണം നമ്മൾ അതിൽ അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് കാണിച്ചു തരും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അള്ളാഹു നമുക്ക് കാണിച്ചു തരും എന്താ അടുത്തത് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പോൾ ഓരോ സ്റ്റെപ്പും നമുക്ക് അള്ളാഹു നമ്മളെ മുമ്പിൽ കൊണ്ടുവന്ന് വരുമ്പോൾ നമുക്ക് ചലഞ്ചസ് വരും. എന്തായാലും പ്രയാസങ്ങൾ ഉണ്ടാവും, എളുപ്പമൊന്നുമല്ല. പക്ഷെ അള്ളാന്റെ സഹായം ഉണ്ടാവും. ആ ഈമാൻ ഉണ്ടല്ലോ, എന്റെ റബ്ബ് എന്നെ എന്തായാലും സഹായിക്കും, ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ റബ്ബിന്റെ സഹായത്തോടു കൂടി എനിക്ക് പറ്റും എന്ന് നമ്മൾ പറയുമ്പോൾ, എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ആ ചലഞ്ച് നമ്മൾ ഈസി ആയിട്ട് കടന്നു പോകും. അതിന് നമുക്ക് വേണ്ട ആളുകളെയും നമുക്ക് വേണ്ട സൗകര്യങ്ങളും അള്ളാഹു ഒരുക്കി തരും. അടുത്ത സ്റ്റെപ്പ് എടുക്കുക. അതിലും ചലഞ്ചസ് വരും, അതും നമ്മൾ ജയിക്കണം. സുബ്ഹാനല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള ഒരു ദുആയുടെ ഒക്കെ ഭാഗമായിട്ട് ജസ്റ്റ് വളരെ ഹമ്പിൾ ആയിട്ടുള്ള, അത് ഒരു എന്തെങ്കിലും ഒന്നെന്ന് പറയാനേ ഇല്ല, എന്നാലും നിങ്ങൾ അറിയിക്കേണ്ടത് എന്റെ ബാധ്യത ആയതുകൊണ്ട് ഒരു കുഞ്ഞു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, റിയലൈസേഷൻ ചാനൽ എന്ന് പറഞ്ഞിട്ട്. ഈ പറഞ്ഞ പോലെ അത് അടുത്ത ലെവൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള നിയത്തോടു കൂടിയാണ്. ഇപ്പൊ നമ്മൾ അൽഹംദുലില്ലാഹ് കുറെ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ തൗഫീഖോട് കൂടി ഇൽമു പഠിക്കാൻ എത്തിയിട്ടുണ്ട്. കുറച്ചെങ്കിലും പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലെ. പ്രാവർത്തികമാക്കുമ്പോൾ അതിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് നമുക്കറിയാം. പക്ഷെ ഇസ്ലാമാണ്, അല്ലെങ്കിൽ നെയിംസേക്ക് മുസ്ലിംസ് ആണ് പേര്. എന്നാ അവർക്ക് പേടിയാണ് ഇങ്ങോട്ട് അടുക്കാൻ വേണ്ടിയിട്ട്, പഠിക്കാൻ വേണ്ടിയിട്ട്, ഖുർആൻ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ള കുറേ ആളുകൾ നമ്മുടെയൊക്കെ അല്ലെ വീടുകൾക്കകത്തും കുടുംബങ്ങൾക്കകത്തും നമ്മുടെയൊക്കെ ചുറ്റുപാടും ഉണ്ട്. അപ്പം അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി, എന്നാൽ അവരെ ബേജാറാക്കി ഇടങ്ങാറാക്കി ചെയ്യാതെ വളരെ സറ്റിലായിട്ട് അവരെ ചിന്തകൾ ഉണർത്തുന്ന, അതായത് നമ്മൾ ഇബ്രാഹിം അലൈഹി ഇസ്ലാം നമ്രൂദിന്റെ അടുത്ത് ദഅവ ചെയ്ത രീതി നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. അതുപോലെ ചിന്തകൾ ഉണർത്താൻ വേണ്ടിയിട്ട്, അവരെ കുറ്റപ്പെടുത്താതെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ചിന്തകൾ ഷെയർ ചെയ്യുന്ന ഒരു ചാനലാണ് റിയലൈസേഷൻ ചാനൽ. ചിലപ്പോൾ നിങ്ങളിലേക്കൊക്കെ ഷെയർ ചെയ്ത് എത്തിയിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അതിപ്പം ഷെയർ ചെയ്യുക എന്നുള്ളതല്ല, ഷെയർ ചെയ്യുന്നതിലല്ല കാര്യം. നമ്മൾക്ക് അതുപോലെയുള്ള ആ ചിന്തകൾ ആണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതും. അതായത് എവിടേക്കോ ഇവിടെ വന്ന ഒരു ഗുണം ഉണ്ടെന്ന് നമ്മളെ ജീവിതം കൊണ്ട്, നമ്മുടെ സംസാരം കൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളെ ചുറ്റുപാടുള്ളവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ എവിടേക്കോ ഇതിലേക്ക് എത്തിയില്ലെങ്കിൽ പരമമായ നഷ്ടത്തിലാണ് അവരെന്ന് അവർക്ക് മനസ്സിലാവണം. എന്നാൽ ഇത് ഭയങ്കര പ്രയാസമാണ് ഇവിടെയെന്ന്, കടിച്ചാ പൊട്ടാത്ത എന്തോ ആണെന്നുള്ള തോന്നലിൽ നിന്ന് മാറിയിട്ട് ആർക്കും ജസ്റ്റ് ഒരു ചിന്തയെ വേണ്ടതുള്ളൂ ഇങ്ങോട്ട് വരാനുള്ള.
ആ ഒരു സറ്റിലായിട്ടുള്ള ആ ഒരു സംഭവം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. എപ്പോഴും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടും അവരത് ചെയ്തില്ലെങ്കിൽ ഇത് എപ്പോഴും അള്ളാന്റെ വക്കീലുമാരാ നമ്മൾ. അള്ളാഹ് അത് ചെയ്ത നരകത്തിലിടും, ഇത് ചെയ്തില്ലെങ്കിൽ നരകത്തിലിടും. നമ്മളെ സ്റ്റാറ്റസ് മൊത്തം അതാ, ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തലല്ലേ. അതിനേക്കാളും ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ ഒരു എളുപ്പമുണ്ടെന്ന്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഗുണമുണ്ട്, ഇവിടെ വന്നില്ലെങ്കിൽ നഷ്ടമുണ്ടെന്ന് സറ്റിലായിട്ട് അവരെ കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരു ശ്രമം എന്റെ ഭാഗത്തുനിന്നും അതുപോലെ കുറച്ച് ആളുകൾ എന്നെ സഹായിക്കുന്നുണ്ട്, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് അത് ഞാൻ വീണ്ടും പറയണം, ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്നേ ഉള്ളൂ. നമുക്ക് വീണ്ടും വീണ്ടും അള്ളാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം എന്താ ചെയ്യേണ്ടതെന്ന്. നമുക്ക് എല്ലാവർക്കും പലതും ചെയ്യാനുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഒരു രീതിയിലാണെങ്കിൽ വേറൊരാൾക്ക് വേറൊരു രീതിയിലായിരിക്കും ചിന്ത തരുന്നത്. അപ്പൊ ഓരോരുത്തരും അവനവന്റെ കഴിവുകളും അവനവന്റെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസും ഇൽമും സാഹചര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. തെറ്റിക്കോട്ടെ, പാളിപ്പോയിക്കോട്ടെ, ഫെയിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതിൽ നമ്മൾ ലെസൺസ് ലേൺ ചെയ്യും. നമ്മളെ നിയത്ത് സെയിം ആണല്ലോ അല്ലെ, ദാവല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഷൻ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടല്ലേ, റബ്ബാനി ആവാൻ വേണ്ടിയിട്ടല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഗൈഡ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവര് ശരിയാ ഇവര് തെറ്റാന്നൊക്കെ പലരും പറയും. പക്ഷേ ശരിക്കും ശരിയാരാ തെറ്റാരാന്ന് അള്ളാഹ്ക്കേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതിന് നമ്മളെ കയ്യിൽ മുതലായിട്ട് എന്താ വേണ്ടത്? നമ്മൾ ഇഖ്ലാസ് വേണം, നമ്മൾ പഠിക്കണം, നമ്മൾ പ്രവർത്തിക്കണം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോ സ്റ്റേജിലും നമുക്ക് വേണ്ടത് നമ്മുടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീമിലൂടെ അള്ളാഹു നമുക്ക് എത്തിച്ചേരും. അത് പല ലെവലുകളിൽ എത്തിക്കും, നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറത്തേക്ക്. പ്രവാചകന്മാര് അവര് വന്നത് എന്തിനാ? ആളുകളടുത്ത് ഇബാദത്ത് ചെയ്യുന്ന ആൾക്കാരാവാൻ, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, പഠിപ്പിക്കാൻ പറയാൻ, പ്ലസ് ട്രെയിനേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. വെറുതെ എന്താണ് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല, ആ പഠിപ്പിച്ചതിലേക്ക് ജീവിതം കൊണ്ട് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനേഴ്സ് ആവാൻ വേണ്ടിയിട്ട്. കാരണം അവർക്ക് ഗ്രന്ഥം ലഭിച്ചിട്ടുണ്ട്, അവർക്ക് അത് പഠിക്കൽ അവരുടെ മേലെ ബാധ്യതയാണ്, അത് പ്രാക്ടീസ് ചെയ്യലും അവരുടെ മേലെ ബാധ്യതയാണ്, അത് പാസ് ചെയ്യലും മറ്റുള്ളവരിലേക്ക് എത്തിക്കലും അവരുടെ മേലെ ബാധ്യതയാണ്. നമ്മുടെ മേലെ ബാധ്യതയാണോ എന്ന് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കുക. അള്ളാഹു അതിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. ആമീൻ. ഇനി ഇതുപോലെ അടുത്ത 2 ആയത്ത് ഒന്നിച്ച് നോക്കാം. അല്ല, കഴിഞ്ഞ ആയത്തിന്റെ 80-ാമത്തെ ആയത്തൊന്നും കൂടെ കാണാനുണ്ട് അല്ലെ. ولا يأمركم أن تتخذوا الملائكة والنبيين أربابا أيأمركم بالكفر بعد إذ أنتم مسلمون. മലക്കുകളെയും പ്രവാചകന്മാരെയും നിങ്ങൾ രക്ഷിതാക്കളെ സ്വീകരിക്കണമെന്ന് അദ്ദേഹം നിങ്ങളോട് കൽപ്പിക്കുകയുമില്ല. അതായത് നമ്മളിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞ അല്ലെ, അത് ഹിക്മത്തും നുബുവത്തും ഇൽമും ഒക്കെ കിട്ടിയതിന് ശേഷം സ്വന്തം എന്നെ ആരാധിക്കുന്ന അവർ പറയില്ല, പകരം അവരെന്താ പറയാന്ന് പറഞ്ഞു. അതുപോലെ അവര് വേറെ എന്തിനെങ്കിലും മലക്കുകളെയോ പ്രവാചകന്മാരെയോ ഒന്നും നിങ്ങൾ ആരാധിക്കണമെന്ന് അവര് പറയുകയില്ല. മാത്രമല്ല, മുസ്ലിം ആയതിനു ശേഷം നിങ്ങളോട് അവിശ്വാസം സ്വീകരിക്കാൻ അവർ കൽപ്പിക്കുന്നതാണോ നിങ്ങൾ കരുതുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, ഒരുപാട് ലെസൺസ് ശരിക്കും ഈ 2 ആയത്തുകളിൽ ഒളിഞ്ഞു കിടക്കുന്നത്. നമുക്ക് ചിന്തിച്ചാൽ അറ്റം കിട്ടാത്ത, പ്രവർത്തിച്ചു തുടങ്ങിയാൽ പോലും അറ്റം കിട്ടാത്ത കുറെ കാര്യങ്ങളുണ്ട്. അള്ളാന്റെ അടുത്ത് വീഴെ രക്ഷയുള്ള അള്ളാഹ് എന്താ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നീ തന്നെ ഹിദായത്ത് താ സുബ്ഹാനല്ലാഹ്. അപ്പം ഈ ആയത്തുകളിൽ പറയുന്നത്, അതായത് ഒരാൾക്ക് ശരിക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള പ്രയോജനപ്രദമായ ഒരു ഇൽമ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയാൽ, അതായത് കിതാബ്, ഹുക്മ, നുബുവത്ത് ഒക്കെ തന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ വ്യക്തി തന്നിലേക്ക് തന്നെ ആളുകളെ ഇബാദത്തിന് വേണ്ടിയിട്ട് ക്ഷണിക്കുക എന്നുള്ളത് അസാധ്യമാണ് അല്ലെ. സ്വന്തം എന്നെ ഇബാദത്ത് ചെയ്യ് എന്ന് പറയും. ശരിയായ രീതിയിൽ നുബുവത്തും കിതാബും കിതാബിന്റെ പിന്നിലുള്ള ഹിക്മത്തും അല്ല കിതാബിന്റെ അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്നെ നിങ്ങളെ ഇബാദത്ത് ചെയ്യ് എന്ന് പറയുന്നത് എന്താണ്? അസംഭവ്യമാണ്. സുബ്ഹാനല്ലാഹ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ആളുകൾ ഒരിക്കലും അങ്ങനെ ചെയ്യൂല. ഈ 2 കാര്യങ്ങൾ ഒരു വ്യക്തിയിൽ ഒരിക്കലും ഒന്നിച്ചുണ്ടാവാൻ പറ്റില്ല. എന്താണ്? ഒന്നാമത്തത് പ്രയോജനപ്രദമായ ഇൽമ. ആ പ്രയോജനപ്രദമായ ഇൽമ ചിലപ്പം നുബുവത്താവാം, വഹിയാവാം, ഹുക്മാവാം, കിതാബാവാം, കിതാബിനെ കുറിച്ചുള്ള അറിവാവാം, ഫിഖാവാം. ഓക്കെ, അങ്ങനെയുള്ള എന്തും യഥാർത്ഥ രീതിയിൽ പ്രയോജനപ്രദമായ രീതിയിൽ ഉള്ള ഒരു വ്യക്തിക്ക് അവനെ തന്നെ ഇബാദത്ത് ചെയ്യാൻ ആളുകളെ വിളിക്കാൻ പറ്റുക എന്നുള്ളത് അസംഭവ്യമായ കാര്യമാണ്. അത് രണ്ടും ഒന്നിച്ച് ഉണ്ടാവുകയില്ല. അങ്ങനെ ആരെങ്കിലും വിളിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ അവർക്ക് റെസ്പോണ്ടും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അവർക്ക് യാതൊരു പവറും കൊടുക്കേണ്ട കാര്യമില്ല, ഒരു ഇമ്പോർട്ടൻസും അവർക്ക് ആവശ്യമില്ല. ആൻഡ് സത്യം പറയാലോ, അവർ കള്ളന്മാരാണ്. ഓക്കെ, ആരെങ്കിലും എന്നെ ഇബാദത്ത് ചെയ്യേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അവർ കള്ളന്മാരാണ്. സുബ്ഹാനല്ലാഹ്. എന്നെ സുജൂദ് ചെയ്യുമെന്ന് പറയുന്നുണ്ടെങ്കിൽ. കാരണം പ്രവാചകന്മാരുടെ മിഷൻ എന്തായിരുന്നു? ആളുകളെ അള്ളാഹുവിലേക്ക് ഇബാദത്ത് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ഇത് കേൾക്കുമ്പോൾ നമ്മൾ കേൾക്കും, ഇപ്പൊ ആരാ അങ്ങനെ പറയുന്നല്ലേ. അപ്പൊ നമ്മളുടെ കോണ്ടെക്സ്റ്റിൽ ഇതിനെങ്ങനെ നമ്മൾ മനസ്സിലാക്കണം എന്ന് ഒന്ന് എന്റേതായ ചിന്തകളിലൂടെ ഞാനൊന്ന് ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ ആൾക്കാർ ഇങ്ങനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇന്നത്തെ കാലത്ത് എന്നെ ഇബാദത്ത് ചെയ്യുക, എനിക്ക് സുജൂദ് ചെയ്യുന്നൊന്നും പറയുന്ന ആളുകളില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ കാണുന്നില്ല അല്ലെ. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ
നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആൾക്കാർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഒന്നെങ്കിൽ പഠിപ്പിക്കുന്നവരിൽ പെട്ടവരാണ്, അല്ലെങ്കിൽ പഠിക്കുന്നവരിൽ പെട്ടവരാണ്, അല്ലെങ്കിൽ കോളേഴ്സ് ആണ് അല്ലെ, വിളിക്കുന്നവരാണ്, അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നവരിൽ പെട്ടവരാണ്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ്. ഈ രണ്ടിലൊരു റോള് നമ്മൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്ലേ ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം കോളേഴ്സ് ഒരിക്കലും എന്നെ ഇബാദത്ത് ചെയ്യ് എന്ന് പറയുന്നുണ്ടാവില്ല. പക്ഷെ അവിടെ ചില സട്ടിലായിട്ടുള്ള ചില കാര്യങ്ങൾ വരാം. ഇപ്പം ഒരു കോളർ അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ആരാണോ അള്ളാഹുലേക്ക് നമ്മളെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ക്ഷണിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ അയൽമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആൾ, അല്ലെങ്കിൽ അയൽമുണ്ടെന്ന് അവകാശപ്പെടുന്ന ആള്, അയാൾ ഈ തരത്തിലുള്ള എന്തെങ്കിലും നമ്മളിലേക്ക് അങ്ങനത്തെ ഒരു തോട്ട് നമുക്ക് തരുന്നുണ്ടെങ്കിൽ, അതായത് എല്ലാവരുടെ പ്രശ്നവും എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ എനിക്ക് ആണ് ദീനിനെ കുറിച്ച് എല്ലാം അറിയുന്നത് എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്നത് 100% ശരിയാണെന്നുള്ള ഒരു ചിന്ത, ഒരു തെറ്റും എൻ്റെ കയ്യിൽ നിന്ന് വരൂല എന്നുള്ള ചിന്ത, അതായത് സട്ടിലായിട്ട് അവരുടെ സംസാരങ്ങളിലോ പ്രവൃത്തികളിലൊക്കെ നമ്മൾ അത് നോട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എല്ലാരെയും ഞാൻ കേൾക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും എപ്പോഴും എന്ത് പ്രശ്നത്തിനും ഞാൻ ഉണ്ടാവും, എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ മറുപടി പറയും, അല്ലെങ്കിൽ എനിക്ക് മറുപടി പറയാൻ പറ്റും, അല്ലെങ്കിൽ എല്ലാവരുടെയും കോളിംഗ് ആൻഡ് സീയിങ് ഡിസ്റ്റൻസിൽ ഞാൻ ഉണ്ട്, നിങ്ങൾ വിളിച്ചാൽ ഞാൻ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ അവൈലബിൾ ആണെന്ന് ഫുൾ ടൈം പറയുന്ന, അതുപോലെ ഞാൻ ഹിദായത്ത് കൊടുത്താലേ അല്ലെങ്കിൽ ഞാൻ തർബിയത്ത് കൊടുത്താലേ ആളുകൾ ഹിദായത്തിലേക്ക് എത്തുള്ളൂ, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും സട്ടിലായിട്ട് പല രീതിയിലും ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു കോളർ അല്ലെങ്കിൽ ഒരു ടീച്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് അള്ളാന്റെ എന്തൊക്കെയോ സിഫാത്തുകൾ ഷെയർ ചെയ്യലാണ്. സുബ്ഹാനല്ലാഹ്. കാരണം ഇതൊക്കെ അള്ളാന്റെ ക്വാളിറ്റിയാണ് അല്ലെ. എല്ലാവരുടെ പ്രശ്നം സോൾവ് ചെയ്യാൻ അള്ളാഹ്ക്കേ പറ്റുള്ളൂ. ദീനിനെ കുറിച്ച് എല്ലാം അള്ളാഹ്ക്കേ അറിയുള്ളൂ. 100% കറക്റ്റ് ആയിട്ടുള്ള ഇൽമ അള്ളാന്റെ അടുത്തേ ഉള്ളൂ. എല്ലാവരും കേൾക്കാൻ അള്ളാഹ്ക്കേ പറ്റുള്ളൂ. എല്ലാവർക്കും വേണ്ടി എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് അള്ളാഹ് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും എപ്പോഴും സംസാരിക്കാൻ പറ്റുന്നത് അള്ളാഹ് മാത്രമേ ഉള്ളൂ. എല്ലാവരെയും ഹിദായത്തിലേക്ക് നയിക്കാൻ, ഒരാളെ പോലും ഹിദായത്തിലേക്ക് നയിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ അല്ലെ. അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും രീതിയിൽ നമ്മൾ ഒരു കോളർ എന്നുള്ള നിലയിൽ, ഒരു ടീച്ചർ എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ടീച്ചേഴ്സോ ആ രീതിയിലുള്ള ഒരു ഔട്ട്ലുക്ക് നമുക്ക് തരുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. സുബ്ഹാനല്ലാഹ്. കാരണം അത് എന്തായാലും അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ അവരൊരിക്കലും ശരിയായ കോളറല്ല, ഒരിക്കലും അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ആൾക്കാരും അല്ല. കാരണം കിതാബും ഹിക്മത്തും പ്രയോജനപ്രദമായ ഇൽമും ഉള്ള ഒരു വ്യക്തി ഒരിക്കലും അവരിലേക്ക് വിളിക്കൂല, അള്ളാഹുവിലേക്ക് വിളിക്കുള്ളൂ. അവർ പറഞ്ഞു കൊടുത്ത് അവരങ്ങ് പോവും. കാരണം എപ്പോഴും ഞാനുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ അവര് അള്ളയായിട്ട് മാറുകയാണ് അല്ലെ. സുബ്ഹാനല്ലാഹ്. ഇനി ഒരു കോളർ എന്ന നിലയിൽ, അതായത് ഒരു ടീച്ചർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് അള്ളാഹുവിന്റെ ഇൽമ കിതാബ് എത്തിച്ചു കൊടുക്കുന്ന, പ്രയോജനപ്രദമായ ഇൽമ എത്തിച്ചു കൊടുക്കുന്ന ആളെന്ന നിലയിൽ നമ്മളിങ്ങനെ മറ്റുള്ളവരുടെ സ്നേഹം അല്ലെ, ഇപ്പൊ സ്വാഭാവികമായും നമ്മൾ ആരെയും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടമായിരിക്കും. സുബ്ഹാനല്ലാഹ്. അവർക്ക് നമ്മളോട് ഭയങ്കര മുഹബത്താണ്, നമ്മളെ കാണാനുള്ള ആഗ്രഹം, നമ്മളെ കെട്ടിപ്പിടിക്കാനുള്ള ആഗ്രഹം, നമ്മളെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ആഗ്രഹം, അതൊക്കെ മനുഷ്യ സഹജമാണ്. ഒരു ഹെൽപ്പ് ആരടുത്തുനിന്നെങ്കിലും കിട്ടിക്കഴിഞ്ഞാലല്ലേ, ഒരു പ്രയോജനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരോട് നമുക്കൊരു ഇഷ്ടം തോന്നുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. പക്ഷെ അതിന് ഒരു ലെവലിന്റെ അപ്പുറത്തേക്ക് പോകുന്നത് കാണുമ്പോൾ അത് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. എവിടെയോ നമ്മൾ അതിന് അർഹതയുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് കൊണ്ടാണ്. ഓക്കെ, അത് സട്ടിലായിട്ട് നമ്മൾ പോലും അറിയാതെ, അല്ലെങ്കിൽ അവർ പോലും അറിയാതെ നമ്മൾ മെല്ലെ ഐഡൽസ്, വിഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ വിഗ്രഹങ്ങളായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് നടന്നിട്ടുള്ളത്. അതായത് ഷിർക്കിന്റെ ഒറിജിൻ നിങ്ങളെ അവയർനെസ്സിന് വേണ്ടി പറയണം. കാരണം ഇത് നമ്മൾ അഖീദയുടെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാനൊന്ന് കോട്ട് ചെയ്യാം ഇവിടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് ആദ്യമായിട്ട് എങ്ങനെയാണ് മനുഷ്യരാശിയിൽ തൗഹീദ് മാറി അതിന് ആദം അലൈഹി ഇസ്ലാമിന്റെ കാലം മുതൽ തൗഹീദ് മാറി ശിർക്ക് വന്നു തുടങ്ങിയത് എപ്പോഴാന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗം സൂറത്ത് നൂഹിലുള്ള 23-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തില് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതിന്റെ കമന്ററിയിലുള്ളതാണ്. അപ്പം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ചില വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് അറബികളുടെ ഇടയിൽ വദ്, സ്വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഓരോ ഗോത്രത്തിന്റെ വിഗ്രഹങ്ങളായിട്ട് മാറിയത്. അപ്പം ഈ വിഗ്രഹങ്ങൾ നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഈ വിഗ്രഹങ്ങൾ ആ കാലഘട്ടത്തില്, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തില് ചില സച്ചരിതരായിട്ടുള്ള മനുഷ്യന്മാരുടെ പേരിലുള്ള വിഗ്രഹങ്ങളായിരുന്നു. ഓക്കെ, ഈ മനുഷ്യന്മാര് മരിച്ചതിന് ശേഷം ശൈത്താൻ അടുത്ത ജനറേഷനിലെ ആളുകളെടുത്ത് അവരെ
ആ ഈ ആൾക്കാരുടെ പേരിൽ സ്റ്റാച്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വസ്വസ് ഇട്ട് കൊടുക്കും. ഒക്കെ അവരുടെ പേരിൽ. എന്നിട്ട് പറയും നിങ്ങൾ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്തൊക്കെ ഈ വിഗ്രഹങ്ങൾ വെച്ചിട്ട് അവര് ഒരു ഓർമ്മ അല്ലെ, നല്ല ആൾക്കാരെ ഓർക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്, ഒരു ഓർമ്മയാണല്ലോ. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് വെച്ചോ. അല്ലാണ്ട് അവർ ഇബാദത്തൊന്നും ചെയ്തിട്ടുമില്ല. അതായത് അടുത്ത ജനറേഷൻ കേട്ടോ, നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലത്തുള്ള ഈ സച്ചരിതരായ ആളുകളുടെ വിഗ്രഹങ്ങൾ തൊട്ടടുത്ത ജനറേഷനിൽ വിഗ്രഹങ്ങളാക്കി ഉണ്ടാക്കുകയാണ്. പക്ഷെ അവർ ഇബാദത്തൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഈ ജനറേഷൻ മരിച്ചു. ഓക്കെ, ഈ ജനറേഷൻ മരിച്ചപ്പോൾ ഈ വിഗ്രഹങ്ങൾ ബാക്കിയുണ്ട്. പക്ഷെ എന്തിനാണ് ഈ വിഗ്രഹങ്ങൾ എന്നുള്ളത് അവർക്കറിയില്ല. കാരണം ആൾക്കാരൊക്കെ മരിച്ചുപോയി, ഇത് ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ മരിച്ചുപോയി. അപ്പൊ ശൈത്താൻ അടുത്ത ജനറേഷനിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങളുടെ പിൻതലമുറക്കാര് ഇബാദത്ത് ചെയ്തിരുന്ന വിഗ്രഹങ്ങളാണ്. അവരുള്ളത് കൊണ്ടാണ് അവർക്ക് മഴ കിട്ടിയത്, അവരുള്ളത് കൊണ്ടാണ് അത് നടന്നത്, ഇത് നടന്നത്. അപ്പൊ ഇവരെന്തായി, എന്നാ പിന്നെ ഇവരെ അങ്ങോട്ട് ഇബാദത്ത് ചെയ്തേക്കാം. അതിന്റെ അടുത്ത ജനറേഷൻ എന്തായി, ഈ 2 ജനറേഷൻ മുമ്പേ ഉള്ള സച്ചരിതരായ ആളുകളെ ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ ഇങ്ങനത്തെ എന്തൊരു കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നവരാണെങ്കിൽ, നമ്മൾ പഠിപ്പിക്കുന്നവരെ ഈ രീതിയിലുള്ള ഒരു ലെവലിന് അപ്പുറത്തുള്ള മനുഷ്യ സഹജമായിട്ടുള്ള നമുക്കൊരു പ്രയോജനം കിട്ടുമ്പോൾ തിരിച്ചൊരു പ്രയോജനം ചെയ്യാൻ തിരിച്ചൊരു ഇഷ്ടം ഉണ്ടാവുന്നതിനപ്പുറത്തേക്കുള്ള, നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞാൽ അങ്ങനെ അവർ ചെയ്താൽ എങ്ങനെയെന്നുള്ള ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ മെല്ലെ വിഗ്രഹാരാധനയ്ക്ക് വഴിവെക്കുകയാണ്. ഓക്കെ, അപ്പം അടുത്ത ജനറേഷനും കഴിഞ്ഞ അതിന്റെ അടുത്ത ജനറേഷനാണ് ഇബ്ലീസ് ഈ വസ്വസ് വർക്കാക്കിയത്. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ കൂടെ ചേർത്ത് പറയേണ്ട വേറൊരു കാര്യം കൂടെ എനിക്കുണ്ട്. നമ്മള് പൊതുവെ മാഷാഅല്ലാഹ് ഈ ഒരു ഗ്രൂപ്പിലൊക്കെ ഉള്ള ആളുകൾ ഫോട്ടോഗ്രാഫിനെ നിഷിദ്ധമായിട്ട് വിമർശിക്കുന്ന ആൾക്കാരാണ്. സുബ്ഹാനല്ലാഹ്. ആരെങ്കിലും സ്റ്റാറ്റസിലൊക്കെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അവരെ പേഴ്സണലി പോയി പറഞ്ഞിട്ട് ഇത് തെറ്റാന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. മാഷാഅല്ലാഹ്, നല്ല കാര്യം. നമ്മളൊന്നും ഇപ്പൊ ഫാമിലിയിലൊന്നും ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോഗ്രാഫിക്ക് നമ്മൾ ആ വഴിക്ക് പോവേ ഇല്ല. പക്ഷേ പലപ്പോഴും ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ള, അനുഭവിച്ചിട്ടുള്ള, ഞാൻ തന്നെ ഭാഗമായിട്ടുള്ള ഒരു തിന്മയാണ്. അങ്ങനെ നമ്മൾ ഇസ്ലാമിക് സർക്കിളിൽ ഇതുപോലെ ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോൾ ഫോട്ടോ എടുക്കൽ നമുക്ക് ഹലാലാണ്. നമ്മൾ ആ ഫോട്ടോ എടുക്കുകയും ചെയ്യും, ആർക്കും കാണിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അത് പലതവണ എനിക്ക് എന്റെ ഫോട്ടോ പല വഴിക്ക് പോയിട്ട് ആർക്കും കാണിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ് പോയ ഫോട്ടോ എന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു കാര്യത്തിനെ ഹറാമാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഫാമിലിയിലെ കല്യാണത്തിന് മാത്രമല്ല എടുക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതിനകത്തും ഇതുപോലെ പല നമ്മൾ പോലും ചിന്തിക്കാത്ത ഒളിഞ്ഞു കിടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഫോട്ടോ അവശേഷിപ്പിക്കായിരുന്നല്ലോ അല്ലെ. നമുക്ക് ഏറ്റവും ഇഷ്ടം അള്ളാനെയാണ്, ഏത് കഴിഞ്ഞാലും നബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ഈ പറഞ്ഞ ടീച്ചേഴ്സിന്റെ അടുത്തൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ പറയാ, നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, മോക്ക് കാണിച്ചു കൊടുക്കാനാണ്, കസിനെ കാണിച്ചു കൊടുക്കാനാണ്, നാത്തൂന് കാണിച്ചു കൊടുക്കാനാണ്. അവരെയൊക്കെ ഫോട്ടോ ഇല്ലാതെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോഴത്തെ ടീച്ചേഴ്സിനെ ഫോട്ടോ ഇല്ലാണ്ട് സ്നേഹിക്കാൻ പറ്റുന്നില്ല? അപ്പം കുടുംബങ്ങളിലൊക്കെ അൽഹംദുലില്ലാ ഇപ്പൊ നല്ല ഈസിയാ നമുക്ക് ആ ഫോട്ടോ ഒന്ന് സ്കിപ്പ് ചെയ്യാനൊക്കെ. അവർക്ക് ഇപ്പൊ നമ്മളെ മനസ്സിലാവുന്നുണ്ട്. ഒരു ദീന് പോലും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവര് നമ്മളെ നിർബന്ധിക്കൂല. പക്ഷെ ഇങ്ങനത്തെ സർക്കിളിൽ ചെന്ന് വിട്ടാൽ ഈ പറഞ്ഞ ഇഷ്ടം, ഈ ഇഷ്ടം പിന്നീട് വേറെ പല ഇഷ്ടങ്ങളും ആയി മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തടഞ്ഞ ഒരു ഇഷ്ടമാണത്. ഓക്കെ, അപ്പം ശിർക്ക് എന്ന് പറയുന്നത് ഒരു കറുത്ത മലയിലൂടെ കറുത്ത രാത്രിയിൽ ഒരു കറുത്ത ഉറുമ്പരിക്കുന്നത് പോലെ കടന്നു വരുന്ന ഒരു സാധനമാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ കോളേഴ്സ് ആണ് അല്ലെ, വിളിക്കുന്നവരാണ്, വിളിക്കപ്പെടുന്നവരാണ്. 2 ലെവലിലും നമ്മൾ ശ്രദ്ധിക്കണം. വിളിക്കുമ്പം നമ്മൾ ഒരിക്കലും അള്ളാഹുവിനോളം അല്ലെങ്കിൽ അതിനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ നയിക്കുന്ന ഒരു ക്വാളിറ്റി നമുക്ക് ഉണ്ടെന്ന് നമ്മൾ അവകാശപ്പെടുകയോ ആ രീതിയിൽ നമ്മൾ ചിന്തിക്കുകയോ നമ്മൾ ചെയ്യണ്ട. സുബ്ഹാനല്ലാഹ്. അതുപോലെ നമ്മൾ വിളിക്കപ്പെടുന്നവരാണെങ്കിൽ അള്ളാഹു അല്ലാത്ത ഒരാളെയും നമുക്ക് ആ രീതിയിൽ കാണുകയും വേണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ആൻഡ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഇപ്പം വിളിക്കുന്ന അധ്യാപകരോ അല്ലെങ്കിൽ നമ്മൾ ദീനിലേക്ക് വിളിക്കുന്ന ആളുകൾ ഏതെങ്കിലും രീതിയിൽ അള്ളാഹുവിന്റെ ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടാകുന്ന രീതിയിൽ, ലൈക്ക് നിങ്ങൾ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാനുണ്ട്, അല്ലെങ്കിൽ എല്ലാം നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എന്നെ വിളിച്ചോ എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇത് നമ്മൾ അറിയാത്ത ഒരു ശിർക്കിലേക്ക് എത്തിക്കുന്നു എന്ന് മാത്രമല്ല, ശരിക്കും നമ്മൾ റബ്ബാനി ആവുന്നതിന് അവിടെ ഒരു തടസ്സം ഉണ്ടാവാണ്. കാരണം നമ്മൾ റബ്ബാനി ആവണമെങ്കിൽ നമ്മൾ ഏറ്റവും ബെസ്റ്റ് അബദായി മാറണം അല്ലെ. ഏറ്റവും ബെസ്റ്റ് അബദാവാന്ന് പറയുന്നത് നമ്മളെ ഒരു മനുഷ്യൻ എന്നുള്ള ലെവലില് അള്ളാഹു സുബ്ഹാനഹു തആലനെ ഏതൊക്കെ ലെവലിൽ നമ്മളെ ഇബാദത്ത് ചെയ്യണോ ആ ലെവലിലൊക്കെ നമ്മളെ ഇബാദത്ത് ചെയ്യണം. ഈ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ, ഇൽമ ഷെയർ ചെയ്യുന്ന ആളുകൾ ഡീൽ ചെയ്താൽ മാത്രം നമുക്ക് ബെസ്റ്റ് അബദാവാൻ പറ്റൂല. നമുക്ക് നമ്മളുടെ പാർട്ട്നേഴ്സ് ഉണ്ടാവും, നമ്മളെ കുട്ടികളുണ്ടാവും, നമ്മളെ റിലേറ്റീവ്സ് ഉണ്ടാവും, നെയ്ബേഴ്സ് ഉണ്ടാവും, കോവർക്കേഴ്സ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, പ്രകൃതിയുണ്ട്, മൃഗങ്ങളുണ്ട് അല്ലെ, പക്ഷികളുണ്ട്. എല്ലാത്തിനോടും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എല്ലാത്തിനും മേലെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട സമയമുണ്ട്.
അപ്പൊ നമ്മൾ കോളേഴ്സ് ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ മറ്റുള്ളവരെ ഇബാദത്തിലേക്ക് അള്ളാഹുലേക്ക് ക്ഷണിക്കുന്ന ആൾക്കാരാണെങ്കിലും, ഇനി നമ്മൾ കോൾഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹ്ക്ക് കൊടുക്കാൻ നമ്മളടുത്ത് സമയം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എവിടെയോ ഫെയിൽ ആവുന്നുണ്ട് അല്ലെ? നമ്മൾ റബ്ബാനി ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രവാചകന്മാരുടെ മാതൃകയല്ല പിന്തുടരുന്നത്. സുബ്ഹാനല്ലാഹ്. ശരിക്കും നമ്മൾ അള്ളാഹുലേക്ക് വിളിക്കുമ്പോണ്ടല്ലോ, നമ്മൾ ജസ്റ്റ് ഒരു ബ്രോക്കറിന്റെ റോളാ. നമ്മളൊരു കല്യാണത്തിന്റെ ബ്രോക്കർ ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഭയങ്കര റിസ്ക് അല്ലെ? കാരണം നമ്മൾ കൂട്ടി മുട്ടിച്ചേരുള്ളേ, ബാക്കിയൊക്കെ നിങ്ങളായിക്കോ നമ്മൾ പറയാ. നിങ്ങൾ അന്വേഷിച്ചോ, കാരണം എപ്പോഴാ പണി വരുന്നതെന്ന് അറിയില്ല അല്ലെ? ഇപ്പം ഇന്നത്തെ കാലത്ത് വിവാഹ ബ്രോക്കറായി എല്ലാവർക്കും ബേജാറാ, എപ്പോഴാ വിളി വരുന്നതെന്ന് അറിയില്ല. അള്ളാഹ് കാക്കട്ടെ, ആമീൻ. അപ്പൊ എന്താ പറയാ, രണ്ട് പാർട്ടിനെ നമ്മൾ മുട്ടിച്ചേരാം. അപ്പൊ നമ്മള് അള്ളാഹിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, കാണിച്ചു കൊടുക്കുക. ഇതാ പ്രതിഫലം, അതിനുള്ള പ്രതിഫലം ഞാൻ വാങ്ങും, അത് വാങ്ങി ഞാൻ അങ്ങ് പോകും. എന്റെ ജീവിതം എനിക്ക് ജീവിക്കണം. നിങ്ങളെ കൂടെ ജീവിച്ചു തന്നിട്ട് നിങ്ങളെ കൂടെ അള്ളാഹിനെ കൈ പിടിച്ച് കയറ്റി തരല് നടക്കൂല. കാരണം എനിക്കിത് ഞാൻ ജീവിച്ചെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഓക്കെ. അപ്പം നമ്മൾ അള്ളാഹിലേക്ക് വിളിക്കുന്നവരും അള്ളാഹിലേക്ക് വിളിക്കപ്പെടുന്നവരും ആണ്. ശ്രദ്ധിക്കുക. എനിക്ക് എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്, എനിക്കൊന്ന് ഇതേപോലത്തെ എക്സ്പീരിയൻസ് ഇവിടെ പലർക്കും ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഒന്നെങ്കിൽ വിളിക്കുന്നവർ അല്ലെങ്കിൽ വിളിക്കപ്പെടുന്നവർ ആകുമ്പം ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ലെവലിൽ നമുക്ക് ഇത് പ്രയോജനം വരും. കാരണം കാലങ്ങളായിട്ട് ഇതിങ്ങനെ തന്നെയാണ് നടക്കുന്നത്, വർഷങ്ങളായിട്ട്. കാരണം നൂഹ് അലൈഹി ഇസ്ലാമിന്റെ കാലം മുതലേ ഇങ്ങനെയാണ് ഇത് നടന്നിട്ടുള്ളത്. ചിലർക്കൊക്കെ ഈ ഒരു സ്റ്റേജ് ക്രോസ് ചെയ്തിട്ടും ഉണ്ടാവും. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു ലെവൽ എത്തുമ്പോൾ നമുക്ക് ഭയങ്കര പ്രയാസമായിട്ട് മാറും. കാരണം ഈ ഇൽമ പഠിപ്പിച്ചു കൊടുക്കലും അവരുമായിട്ടുള്ള അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഹാൻഡിൽ ചെയ്യലും നമ്മളുടെ പല മേഖലകളിലെ റെസ്പോൺസിബിലിറ്റിയിലും ഫെയിൽ ആവുന്നതായിട്ട് നമുക്ക് മനസ്സിലായി തുടങ്ങും. നമ്മൾ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ഈ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും അള്ളാന്റെ ബെസ്റ്റ് അബദ്ധമാവാനാണെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ പല സ്ഥലത്തും അള്ളാന്റെ ബെസ്റ്റ് അബദ്ധമാവാതിരിക്കാൻ. കാരണം ഓരോരുത്തരും ഓരോ ഉത്തരവാദിത്തങ്ങളായിരിക്കും ദീനിന്റെ മാർഗത്തിൽ ഏറ്റെടുത്തത്. അത് ചിലപ്പം പഠിപ്പിക്കുന്നത് തന്നെ ആയിക്കൊള്ളുന്നില്ല. ചിലർ ചാരിറ്റി കേസിൽ, അതൊക്കെ ഇവിടെ പലരും ഫേസ് ചെയ്യുന്നതാണെന്ന് എനിക്കറിയാം. ചാരിറ്റിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണ്ട, പക്ഷെ ഇപ്പുറത്ത് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട പലതും കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ കുടുംബത്തിന് കൊടുക്കേണ്ട പലതും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മൾ തല പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യാത്ത സിറ്റുവേഷൻസ് വരും. സുബ്ഹാനല്ലാഹ്. കാരണം നമുക്ക് സമയമില്ലാണ്ടാവും. കാരണം എല്ലാവരെയും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം, എല്ലാവരും വിളിപ്പുറത്ത് നമ്മൾ ഉണ്ടായിരിക്കണം, എല്ലാവരുടെ മെസ്സേജിന് നമ്മൾ റെസ്പോൺസ് കൊടുക്കണം, എല്ലാവരും ഇതിലെ പോകുമ്പോഴൊക്കെ കയറുമ്പോൾ നമ്മൾ പ്രസന്റ് ആയിരിക്കണം. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ റബ്ബാനി ആവാൻ നമുക്ക് പറ്റൂല. റബ്ബാനിയിൽ പോയിട്ട് നമുക്കൊരു നല്ലൊരു അബിദാവാൻ വേണ്ടി ശ്രമിക്കാൻ പോലും നമുക്ക് സമയം ഉണ്ടാവില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ശ്രമിക്കാൻ സമയം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമ്മൾ എത്രത്തോളം ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഒരുപാട് കാര്യങ്ങളിൽ ഇൻവോൾവ് ആണോ, അത്രത്തോളം നമ്മളെ സമയം മാത്രമല്ല നമ്മളെ ഹൃദയത്തിലെ സ്പേസും അതൊക്കെ എടുക്കും. കാരണം ഹൃദയത്തിന് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട സ്പേസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഹൃദയം ക്ലീൻ ആയിരിക്കണം. പക്ഷെ നമ്മളിങ്ങനെ കുറേ ആൾക്കാരുടെ കുറേ കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ കോണ്ടന്റ് ഭയങ്കര അധികമാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അത് ആളുകളായിട്ട് സംസാരിക്കുന്നത് മാത്രമല്ല കേട്ടോ, കുറേ ക്ലാസ്സുകളൊക്കെ. ഞാൻ പറഞ്ഞു വന്നത്, നമുക്കിത് അള്ളാഹ്ക്ക് സമയം കൊടുക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, നമ്മളെ ഹൃദയത്തിലെ സ്പേസും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഓക്യുപ്പൈ ചെയ്യും. പലർക്കും കൊടുത്ത പലരുടെയും ജീവിതം, അവരുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഓക്യുപ്പൈ ചെയ്യുമ്പോൾ അത്രയും സ്ഥലത്ത് നമുക്ക് ഹൃദയത്തിന് ക്ലീൻ ആക്കാൻ പറ്റൂല. ഹൃദയം ക്ലീൻ അല്ലെങ്കിൽ നമ്മുടെ നിസ്കാരങ്ങളൊക്കെ യാന്ത്രികമായിരിക്കും. നമുക്ക് അള്ളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഖുർആനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം എല്ലാത്തിനും ഒരു ലിമിറ്റ് നമ്മൾ തന്നെ നിശ്ചയിക്കണം. പോകെ പോകെ നമുക്ക് അതൊരു ആവശ്യമായിട്ട് വരും. ഓക്കെ, എല്ലാത്തിനും ഒരു വരമ്പ് വേണം. ഓക്കെ, അതായത് നമ്മളെ ഇബാദത്തിനെ ബാധിക്കുന്ന രീതിയിൽ, നമ്മളും അള്ളാഹുമായിട്ടുള്ള കണക്ഷനെ ബാധിക്കുന്ന രീതിയിൽ ഒന്നിനും നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. നമുക്ക് റബ്ബാനി ആവാൻ പറ്റില്ല. നമ്മൾ ബെസ്റ്റ് അബദ്ധമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനും പറ്റില്ല. ഇത് രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവാചകന്മാരുടെ മാതൃകയല്ല പിന്തുടരുന്നത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വേറെ ആരുടെയോ മാതൃക, എന്തിനെയോ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ നഫ്സിനെ. കാരണം നമ്മുടെ നഫ്സിന് എന്താണോ ഹാപ്പിനെസ് കിട്ടുന്നത് അതായിരിക്കും നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. അത് എന്തെങ്കിലും എന്തോ ഒരു കാര്യം ചെയ്താൽ നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ട്. ഈവൻ ദീനി മാർഗത്തിൽ പോലും ചിലർക്ക് കുറേ പഠിപ്പിക്കുമ്പം കുറേ സംസാരിക്കുമ്പോൾ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടാവും. അപ്പൊ നമ്മൾ തന്നെ അതിനൊരു കാരണം കണ്ടെത്തണം. അള്ളാഹിനെ കുറിച്ചല്ലേ സംസാരിക്കുന്നേന്ന്. ചിലർക്ക് ഈ പറഞ്ഞ പോലെ കംഫർട്ടബിൾ സർക്കിളിൽ സംസാരിക്കുമ്പോൾ അവർ ഹാപ്പി ആവുന്നുണ്ടാവും. കാരണം ഇപ്പുറത്തെ സൈഡിൽ ഫ്രണ്ട്സോ വീടോ ആരാണെങ്കിലും അവർ അത്രയും ഒരു നമുക്ക് കംഫർട്ടുള്ള സംസാരമായിരിക്കില്ല സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ വിളിക്കുന്നത്, അള്ളാഹിന്റെ മാർഗത്തിലുള്ളവരുടെ അടുത്തല്ലേ നമ്മൾ സംസാരിക്കുന്നതിന്. ഓക്കെ, അപ്പൊ നമ്മൾ തന്നെ അതിന് ഒരു റീസൺ കണ്ടെത്താണ് നമ്മളുടെ നഫ്സിന്റെ ആ ഒരു ഇച്ഛയ്ക്ക്. നമ്മൾ ശരിക്കും ആ ഒരു കറക്റ്റ് ലൈൻ എല്ലാ സ്ഥലത്തും ഡ്രോ ചെയ്തിരിക്കണം. അഗെയിൻ നമ്മുടെ മഹാസഭ ഫോം ഇതിനെല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അത് കറക്റ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഓരോ പ്രൊപ്പോർഷനും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹയർ.
അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് പേഴ്സണലി ഒരുപാട് പ്രയാസം ഉണ്ടാക്കിയ ഒരു സ്റ്റേജ് എത്തി. ഒന്നും എനിക്ക് ഞാൻ എല്ലാ ഉത്തരവാദിത്തത്തിലും ഫെയിൽ ആവുന്നു, ഇത് മാത്രം കറക്റ്റ് ആവുന്നു എന്നുള്ളത്. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി ഒരു പക്ഷെ അതെന്റെ നെഫ്സിന്റെ ഇച്ഛയായിരിക്കും, എനിക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ടായിരിക്കും. അപ്പൊ ഞാൻ അതിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരുപാട് ദുആ ചെയ്തു, കുറേ കരയായിരുന്നു അള്ളാന്റെ മുമ്പിൽ. കാരണം പലരും പറഞ്ഞാൽ അവർ ഇഗ്നോർ ചെയ്യാൻ പറ്റൂല, നോ പറയാൻ പറ്റൂല. ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു അത്. കാരണം ദീനിന്റെ മാർഗത്തിലുള്ളവരല്ലേ, ദീനല്ലേ അവർ ചോദിക്കുന്നത്. അവർ പ്രയാസങ്ങൾ അള്ളാന്റെ മാർഗത്തിലല്ലേ നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്താൽ നമുക്ക് പ്രതിഫലമല്ലേ. പക്ഷെ എല്ലാ പ്രതിഫലങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആവേണ്ടത് ആവാതായി പോകും. സുബ്ഹാനല്ലാഹ്. ഇപ്പം അൽഹംദുലില്ലാ അള്ളാഹു എന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ നമ്മൾ ഓരോരുത്തരെയും ഓരോ സ്റ്റേജിലും അള്ളാഹ് പ്രിപ്പയർ ചെയ്യും. ചിലപ്പം നോ പറയാനായിരിക്കും, ചിലപ്പം ഇഗ്നോർ ചെയ്യാനായിരിക്കും ചിലർ പറയുന്ന ചില കാര്യങ്ങളെ, ചിലപ്പം അവർക്ക് ഹിക്മത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാനായിരിക്കും. ഇനി ഇപ്പം ഞാൻ ഏറ്റവും ബെസ്റ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇക്കാര്യത്തിൽ കൂടുതൽ ഹിക്മത്ത് ഞാൻ റബ്ബിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കാരണം നമുക്ക് എല്ലാവരുടെയും അവകാശങ്ങൾ കംപ്ലീറ്റ്ലി ഡിനൈ ചെയ്യാനും പറ്റില്ല. ചിലപ്പം അവർക്ക് ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എത്തിക്കുകയും വേണം. അപ്പം ഒരു പരിധി വരെ അതായത് നമ്മളൊരു സ്ലോട്ട്, ഒരു ടൈം നിശ്ചയിച്ചിട്ട് അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാം, നമ്മൾ എടുക്കേണ്ടത് നമ്മളും എടുക്കണം. നമ്മൾ എടുക്കാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂല. നമുക്ക് കിട്ടേണ്ടത് അള്ളാന്റെ അടുത്ത് നിന്ന് നമുക്ക് കിട്ടണം, എൽമയിൽ നിന്ന് നമുക്ക് കിട്ടണം, പ്രവർത്തനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടണം, എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് കിട്ടണം. നമ്മൾ കംഫർട്ടബിൾ അല്ലാത്ത സർക്കിൾസിൽ നിന്നും നമുക്ക് കിട്ടണം, നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും. അതുപോലെ നമ്മൾ ദീനിനെ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നവരിൽ നിന്നും നമുക്ക് കിട്ടേണ്ടത് കിട്ടണം. അപ്പോഴേ നമുക്ക് അവിടെയും കൊടുക്കാൻ പറ്റുള്ളൂ ഇൻഷാ അല്ലാഹ്. ഓക്കെ, എല്ലാവരും ഒന്നും നമ്മളെ ചിലപ്പോൾ മനസ്സിലാക്കിക്കൊള്ളുന്നില്ല, പക്ഷെ നമ്മൾ നിയത്ത് കറക്റ്റ് ആകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോ സ്റ്റേജിലും ഗൈഡ് ചെയ്യുക തന്നെ ചെയ്യും. അപ്പം നമ്മൾ പഠിച്ചെന്താന്ന് വെച്ചാൽ പ്രവാചകന്മാര് അവരെപ്പോഴും നമ്മളെ ഹൈറിലേക്ക് ക്ഷണിക്കുകയുള്ളൂ. അവരെന്തിലേക്കെങ്കിലും നമ്മളെ ക്ഷണിക്കുള്ളൂ, നന്മ എന്താണോ അതിലേക്കേ ക്ഷണിക്കുള്ളൂ. ഇപ്പൊ ഇവിടെ പറഞ്ഞു അല്ലെ, മലായിക്കത്തിലേക്ക് നബിമാരെ ഒന്നും അർബാബാക്കാൻ വേണ്ടിയിട്ട് അവർ പറയില്ല. അപ്പം അവരെപ്പോഴും ഹൈറായതിലേക്ക് ക്ഷണിക്കുള്ളൂ. നമുക്ക് ഉപദ്രവം വരുത്തുന്ന ഒന്നിലേക്കും അവര് ക്ഷണിക്കൂല, അവര് കുഫറിലേക്ക് ക്ഷണിക്കൂല, ഷിർക്കിലേക്ക് ക്ഷണിക്കൂല. ഓക്കെ, അപ്പം പ്രവാചകന്മാർ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമ്മളും അവരെ ഫോളോ ചെയ്യുന്ന നമ്മളും അങ്ങനെ തന്നെ ആയി മാറേണ്ട ആളുകളാണ്. ഇനി 81 ആയത്ത്. 81 82 ഒന്നിച്ച് നോക്കാം. وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه. ആ രണ്ട് വാക്കുകൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഈ ആയത്തിൽ, അതുകൊണ്ടാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്തത്. قال أقررتم وأخذتم على ذلكم إسري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെടുത്ത് ഒരു കരാർ, കോൺട്രാക്ട് എടുക്കുന്ന സിറ്റുവേഷൻ ആണ് അല്ലെ. ഞാൻ നിങ്ങൾക്ക് വേദഗ്രന്ഥം നൽകി, വിജ്ഞാനം നൽകി, എന്നിട്ട് നിങ്ങളുടെ പക്കലുള്ളതിനെ ശരിവെച്ചുകൊണ്ട് ഒരു ദൂതൻ നിങ്ങളുടെ അടുത്ത് വരികയാണെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിൽ നിശ്ചയമായും വിശ്വസിക്കുകയും അദ്ദേഹത്തിനെ സഹായിക്കുകയും ചെയ്യണം എന്ന് പറയുന്നു. എന്നിട്ട് അക്കാര്യത്തിൽ നിങ്ങൾ സമ്മതിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ബാധ്യത എന്നിൽ നിന്ന് എടുക്കുന്നു എന്ന് ചോദിക്കുന്നു. അവർ അതേന്ന് പറയുന്നു, അവരെ സമ്മതിക്കുന്നു. എന്നാൽ ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയാണ്, അല്ലെ നിങ്ങളും സാക്ഷ്യം വഹിക്കാൻ ഞാനും നിങ്ങളോടൊപ്പം സാക്ഷിയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അപ്പം പ്രവാചകന്മാർ ഇതുപോലെ ഒരു ഉടമ്പടി എടുത്തപ്പോൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉടമ്പടി ഉണ്ടാക്കിയപ്പം അവരുടെ റെസ്പോൺസിബിലിറ്റി എന്തായിരുന്നു? അവസാനത്തെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും അല്ലെ. അപ്പം പ്രവാചകന്മാര് അതുപോലെ ഒരു ബാധ്യത അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രവാചകന്മാരുടെ ഫോളോവേഴ്സിന്റെ കാര്യവും അവരും ആ ബാധ്യത ഫോളോ ചെയ്യണം അല്ലെ. അവരും അന്ത്യപ്രവാചകനിൽ വിശ്വസിക്കുകയും പിന്തുടരുകയും സഹായിക്കുകയും വേണം. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് ഇതിന് അനുസരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഇതിനനുസരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. മൂസ അലൈഹി ഇസ്ലാം അതിന് എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ മൂസ അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരും ഇതനുസരിക്കണം. ഈസാ അലൈഹി ഇസ്ലാം എഗ്രി ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ പിന്തുടർച്ചക്കാരും അതിനെ അനുസരിക്കണം അല്ലെ. അവരുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസദ്ദിഖാണ്, അടയാളങ്ങളൊക്കെ ക്ലിയർ ആണ്. അപ്പം അതിൽ വിശ്വസിക്കണം, സപ്പോർട്ട് ചെയ്യണം. ഇനി നമ്മളിലേക്ക് വന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലെ. അപ്പൊ നമ്മൾ വിശ്വസിക്കണ്ടേ, നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സപ്പോർട്ട് ചെയ്യണ്ടേ? നമ്മൾ ചോദിക്കണ്ടോ, പിന്നെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലെ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ സപ്പോർട്ട് ചെയ്യേണ്ടത്? നമ്മൾ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സപ്പോർട്ട് ചെയ്യുന്നത്? വീണ്ടും വീണ്ടും നമ്മൾ കറങ്ങിത്തിരിഞ്ഞ ഒരേ വിഷയത്തിലേക്കാണ് വരുന്നത് കേട്ടോ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഷൻ അല്ലെ, ഈ ദീനിനെ സ്പ്രെഡ് ചെയ്യാൻ, ഈ ദീനിനെ സംരക്ഷിക്കാൻ, ഓരോ
കോർണറിലും അല്ലെ, ലോകത്തിന്റെ ഓരോ കോർണറിലേക്കും അത് എത്തിക്കേണ്ട ഉത്തരവാദിത്വം. ഇപ്പം ലോകത്തിന്റെ കോർണറിലേക്കൊന്നും നമ്മൾ പോണ്ട, നമ്മൾ നിന്നും തിരിയുന്ന മൂലകളിലേക്കെങ്കിലും നമുക്ക് എത്തിക്കണ്ടേ അല്ലെ? അവിടെ നിന്ന് വേണം അടുത്ത കോർണറിലേക്ക് നമുക്ക് പോവാൻ. അത് നമ്മൾ ചെയ്യുന്നുണ്ടോ? ഇത് പ്രവാചകന്മാരുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്ത ഉടമ്പടിയല്ലേ? നമുക്ക് അതിന്റെ ബാധ്യതയില്ലേ? അതോ നമ്മളെ സ്വർഗം ഉറപ്പാക്കാണ്? സൈലന്റ് ആയിട്ട് വീട്ടിലിരുന്ന് നല്ല ഇബാദത്തും ചെയ്ത് ഫാമിലിന്റെ കൂടെ ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം അല്ലെ? സുബ്ഹാനല്ലാഹ്. നമുക്ക് റബ്ബാനി ആകാൻ പറ്റുമോ? ആ മിഷൻ നമ്മൾ ഏറ്റെടുക്കാതെ ബെസ്റ്റ് അബദാവാൻ പറ്റുമോ? പറ്റൂല. നമ്മളിപ്പോ പറഞ്ഞു അതല്ലേ? അപ്പൊ നമുക്ക് ചെയ്യണം, ചെയ്തേ മതിയാവും. അപ്പൊ നമ്മൾ സ്വാഭാവികമായും എനിക്കറിയൂല അല്ലെ, ആദ്യം വരെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയൂല, നമ്മൾ നേരത്തെ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇഖ്റ ബിസ്മി റബ്ബിക അല്ലദീ ഖലഖ് എന്ന് പറഞ്ഞ സമയത്ത് എന്തെങ്കിലും അറിയായിരുന്നോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അറിയായിരുന്നോ? അതെ, നമുക്കും അറിയില്ല എന്നാണ് നമ്മൾ പറയുന്നത് അല്ലെ? ആരാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹായിച്ചത്, ഗൈഡ് ചെയ്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ വിചാരിക്കണ്ടോ നമ്മളെ കയ്യിൽ സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാന്ന്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ആ സമയത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? റിച്ച് ആയിരുന്നോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദീജ റളിയല്ലാഹു അൻഹ വഴി, അബൂ താലിബിലൂടെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലൂടെ അല്ലെ, പല രീതിയിൽ സാമ്പത്തികമായിട്ട് സപ്പോർട്ട് ചെയ്തു അല്ലെ? നമ്മൾ വിചാരിക്കണ്ടോ നമ്മൾ ശാരീരികമായിട്ട് സ്ട്രോങ് അല്ല, അല്ലെങ്കിൽ പവർ ഇല്ലാന്ന്? ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെ, ഹംസ റളിയല്ലാഹു അൻഹുവിലൂടെ, അതുപോലെ ഒരുപാട് ആളുകളുടെ ഫിസിക്കൽ സ്ട്രെങ്ത്തിലെ പവർ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് എത്തിച്ചില്ലേ? നമ്മൾ വിചാരിക്കുന്നുണ്ടോ നമ്മൾ സ്ത്രീകളാണെന്ന്? ഖദീജ റളിയല്ലാഹു അൻഹയുടെ മെന്റൽ സ്ട്രെങ്ത്, ഫിനാൻഷ്യൽ സപ്പോർട്ട്, നുസൈബ ബിൻത്ത് കഅബ്, നമുക്ക് ഉമ്മ അമ്മാറ, നമ്മളെ ഉഹദില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഒട്ടൊക്കെ നിന്നിട്ട് സ്ട്രെങ്ത് കൊടുത്ത ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഇൽമ, ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിഷനിൽ സഹായിച്ചിട്ടില്ലേ? എന്തെങ്കിലും നമുക്കും ചെയ്യാൻ പറ്റൂലേ? ഇനി നമ്മൾ വിചാരിക്കണ്ട നമുക്കൊരു ഫാമിലി ഉണ്ട്, അതിനെ നമ്മൾ ശ്രദ്ധിക്കണം, അതിന്റെ കാര്യങ്ങൾ, ഫാമിലിന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മൾ നോക്കിയില്ലെങ്കിൽ ഫാമിലിന്റെ കാര്യം എന്താവുന്ന? അവർക്കും ഫാമിലി ഉണ്ടായിരുന്നില്ലേ? ഇൻഫാക്ട് ഫാമിലികൾ ഉണ്ടായിരുന്നില്ല അവർക്ക് ഓരോരുത്തർക്കും. ആ ഫാമിലികളുടെ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കിയിട്ടില്ല. നമ്മൾ വിചാരിക്കണ്ട നമ്മുടെ രാജ്യം ഇതിനെതിരാണ്, അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് ഫേവറബിൾ അല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സിറ്റുവേഷൻസ് ഫേവറബിൾ ആയിരുന്നോ? എത്ര കാലം എടുത്തിട്ടുണ്ട് മദീനയിലേക്കെങ്കിലും എത്താൻ വേണ്ടിയിട്ട് അല്ലെ? 13 കൊല്ലത്തോളം ഏറ്റവും ചുരുങ്ങിയത്. ഇനി മദീനയിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ഫുൾ റോസിന്റെ മെത്തയായിരുന്നു? അല്ലല്ലേ? അവിടെയാണ് ഫുൾ യുദ്ധങ്ങൾ നടന്നത്. അപ്പം ചിന്തിക്കുക, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല, എനിക്ക് പറ്റൂല എന്ന് പറയുമ്പോൾ അവരെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിച്ചിട്ടുണ്ടെങ്കിൽ ശ്രമിച്ചാൽ നമ്മളെയും സഹായിക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ കുഞ്ഞു കുഞ്ഞു ശ്രമത്തിനും നമുക്ക് സഹായം കിട്ടുന്നുമുണ്ട് അല്ലെ? ഒരു സംശയവും ശരിയല്ലേ? നമ്മൾ എടുക്കുന്ന ഓരോ എഫേർട്ടിനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സഹായിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഇതൊന്നും ചിന്തിക്കുന്നേ ഇല്ല? വേണ്ടാഞ്ഞിട്ട്? നമുക്ക് കംഫർട്ട് സോണാ വേണ്ടത്, നമുക്ക് സുഖാ വേണ്ടത്, എളുപ്പാ വേണ്ടത്. തിങ്ക് ചെയ്യാം, മനസ്സുകൾ മേക്കപ്പ് ചെയ്യാം, ദുആ ചെയ്യാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്ത് കാണിച്ചു തരും. അള്ളാന്റെ പ്രോമിസ് അതാ. തുടർന്ന് ഫമൻ തവല്ല ബഅദ ദാലിക ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ. അപ്പം എന്തിൽ നിന്ന് തിരിയുന്നവരെ കാര്യമാണ് പറഞ്ഞത്? തൊട്ട് മേലെ നമ്മൾ രണ്ട് കാര്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ? ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്നഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യുക, രണ്ടും. അതിൽ നിന്ന് തിരിഞ്ഞു നിൽക്കുന്നവരെ അള്ളാഹ് വിളിച്ചതെന്താണെന്നറിയോ? ഫാസിഖൂൻ, ധിക്കാരികൾ, അതിര് കവിയുന്നവർ. നമ്മൾക്ക് വിചാരിക്കുന്നത് നമ്മളാണ് ഭൂലോകത്തിലെ ബെസ്റ്റ് മുത്തക്കിങ്ങളും അല്ലെ, ബെസ്റ്റ് അബദ്ധകളും. ശരിക്കും പിച്ചി ചീന്തിയ ആയത്തുകളല്ലേ ഇത്? നമ്മളൊക്കെ സ്റ്റേറ്റസിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു വെച്ചതിന്. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരിൽ നിന്ന് എടുത്ത ഉടമ്പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്റ്റേറ്റസ് ഭയങ്കര ഹൈ അല്ലേ? കാരണം ഓരോ പ്രവാചകനും അദ്ദേഹത്തിന്, ഓരോ പ്രവാചകന്മാരും വലിയ സ്റ്റേറ്റസ് കൊടുത്തിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുന്നത്. അവരുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശ്വസിക്കുകയും സഹായിക്കുകയും ചെയ്യണം എന്ന് പറയണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എത്രയും വലിയ സ്റ്റേറ്റസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? ഫൈനൽ മെസ്സഞ്ചർ ആണ്. നൂഹ് അലൈഹി ഇസ്ലാം ആദ്യത്തെ മെസ്സഞ്ചർ ആണ്. കാരണം തൗഹീദ് കൊണ്ടുവന്ന ആദ്യത്തെ നബി എന്ന് പറയുന്നത് നൂഹ് അലൈഹി ഇസ്ലാം ആണ് അല്ലെ? അള്ളാഹു തെരഞ്ഞെടുത്താണ്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം, മൂസ അലൈഹി ഇസ്ലാം, ഈസ അലൈഹി ഇസ്ലാം, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സെൻഡ് ചെയ്തപ്പോൾ ഈ ഹിദായത്ത് പ്രിസർവ് ചെയ്യപ്പെടണം അല്ലെ? മനുഷ്യരാശിക്ക് വേണ്ടിയിട്ട്. ഇത് അള്ളാഹ്ക്ക് ഈസി ആയിട്ട് പ്രിസർവ് ചെയ്യായിരുന്നു. അള്ളാഹ്ക്ക് നമ്മുടെ ഒന്നും സഹായത്തിന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ അള്ളാഹ് നമുക്ക് അവസരം തരുകയാണ്. എന്തിന്? നിങ്ങളിത് പ്രിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥാനം തരും. സുബ്ഹാനല്ലാഹ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ഈ വഴിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ? ധിക്കാരികളാണ്.
അപ്പം അന്ന് അവരല്ലേ, ഓ നബി ഒരു അറബിയാണ്, അത് അറബികളിലേക്ക് അയച്ച പ്രവാചകനാണ്, സോ നമുക്ക് വേണ്ട എന്ന് അവര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ തന്നെയാണ് ഉപദ്രവിച്ചത് അല്ലെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്യുകയാണ് സക്സസിനുള്ള ഒരേ ഒരു വഴി എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇല്ല അതല്ലാത്തതൊക്കെ ഫിസ്ഖിലേക്കുള്ള വഴിയാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മേലുള്ള ഉത്തരവാദിത്തം എന്താന്ന് നമ്മൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റിജക്ട് ചെയ്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ റിജക്ട് ചെയ്ത്, ആ ദീനിനെ സഹായിക്കുന്നതിനെ റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആക്ഷൻസ് എല്ലാം സ്വീകരിക്കപ്പെടും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിശ്വസിക്കുക, സപ്പോർട്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്ത ചില ആളുകൾ ഉണ്ടായിരുന്നു അല്ലെ, സഹാബാക്കൾ. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയാ സപ്പോർട്ട് ചെയ്തത്? വെള്ളം കൊടുത്ത്, ഭക്ഷണം കൊടുത്ത്, കുറച്ച് പൈസയും കൊടുത്ത്, താമസിക്കാൻ ഒരു വീടും കൊടുത്ത്, സഹായിക്കാൻ കുറച്ച് അടിമകളെയും കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോഴൊക്കെ നല്ലവണ്ണം സ്തുതിച്ച് അല്ലെ, പ്രൈസ് ചെയ്തിട്ട് മുഖസ്തുതിയൊക്കെ പറഞ്ഞിട്ട് നിർത്തിവെച്ചതാണോ അവര്? അവരുടെ സഹായം എങ്ങനെയായിരുന്നു? അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സഫർ ചെയ്തിട്ടാണ് സഹായിച്ചത് അല്ലെ, ദീനിന് വേണ്ടി സഫർ ചെയ്തിട്ടാണ് സഹായിച്ചത്. മക്കയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് പീഡനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുഭവിച്ചു, അവരും അനുഭവിച്ചു. മക്കയിൽ ആ ഒരു സോഷ്യൽ ബോയ്ക്കോട്ട് സംഭവിച്ചപ്പോൾ അല്ലെ, 3 വർഷത്തോളം അവരും കൂടെ ഉണ്ടായിരുന്നു, എല്ലാവിധ സഫറിങ്ങിനും. യുദ്ധങ്ങൾ വന്നപ്പോൾ അതിനും അവർ കൂടെ ഉണ്ടായിരുന്നു. അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അല്ലെ. നമ്മൾ ഉമ്മു അമ്മാറയുടെ കാര്യം പറഞ്ഞു, സ്ത്രീയായിരുന്നു സുബ്ഹാനല്ലാഹ്. പക്ഷെ ഉഹദില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മറ്റുള്ളവർ അറ്റാക്ക് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഞാൻ എവിടെ നോക്കിയാലും അവിടേക്ക് ഉമ്മ അമ്മാറ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ആരെങ്കിലും ഒരാൾ വാളോങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ ഉമ്മ അമ്മാറ വീഴു എന്ന അത്രയും അധികം മുറിവുകൾ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് ശേഷം അവരവിടെ നിർത്തിയോ? സഹാബാക്കൾ മദീനയിൽ ഇനിയിപ്പോ ഇവിടെ ഏതായാലും ഒരു ഇസ്ലാമിക രാഷ്ട്രമൊക്കെ ആക്കിയല്ലോ, എന്നാ പിന്നെ ഇവിടെ അങ്ങ് നിന്നേക്കാന്ന് വിചാരിച്ചു. ഇല്ല, അവരാളുകളെ വിളിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് പോയി. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഭയങ്കര വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഭാഗ്യം നമ്മൾ എന്താണ്, നബിദിനത്തിന് പാട്ട് പാടാനും ഇതാക്കാനും ഒന്നും നമ്മൾ പോകാറില്ല. പക്ഷെ നമ്മൾ സുന്നത്തിനെ കുറിച്ച് ഭയങ്കരമായിട്ട് നിങ്ങൾ സംസാരിക്കും. നബിനെ സ്തുതിച്ച് പാട്ടൊന്നും നമ്മൾ ചിലപ്പോൾ പാടുന്നില്ലായിരിക്കും. നമ്മളെ സ്റ്റാറ്റസുകളെല്ലാം നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് നമ്മൾ ഫോളോ ചെയ്യുന്നതിന്റെ പ്രതിഫലനങ്ങളാണ്, മറ്റുള്ളവരുടെ മേലെ ഇമ്പോസ് ചെയ്യുന്നതിന്റെ. എന്നിട്ട് നമ്മൾ വിശ്വസിക്കുകയാണ്, യെസ് ഞങ്ങൾ ഭയങ്കരമായിട്ട് നബിനെ ഇഷ്ടപ്പെടുന്നുണ്ട്, നബിന്റെ മിഷനെ നമ്മൾ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ അല്ലേ ഇത് വീട്ടിലിരുന്ന് 2 സ്റ്റാറ്റസ് ഇടാനല്ലേ. അപ്പം ഇങ്ങനെയാണോ നമ്മൾ ആ മിഷനെ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ ചിന്തിക്കുക. നമ്മളെ പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റൂല എന്ന് നമ്മൾ ആദ്യം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അള്ളാഹുവിന്റെ സഹായത്തോടു കൂടിയാണ് അല്ലെ. അൻസാറുല്ലാഹ്, അള്ളാഹിനെ സഹായിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സഹായിക്കും എന്നുള്ള ആ ഒരു ഈമാനിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അല്ലെങ്കിൽ നമ്മൾ സൗകര്യപൂർവ്വം അതിനങ്ങോട്ട് മാറ്റി വെച്ചു, കാരണം കുറച്ച് പ്രയാസമാണല്ലോ. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്തുതിക്കുന്ന ആ ആളുകളിൽ പെടണം എന്നുണ്ടെങ്കിൽ, ശരിയായ ഫോളോവേഴ്സ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ മിഷനെ സപ്പോർട്ട് ചെയ്യണം, അൻസാറുല്ലാഹ് ആവണം. ഹവാരിയൂൻ പറഞ്ഞതുപോലെ വേറെ ഒരു വഴിയും സക്സസിന് ഇല്ല. ഓക്കെ, ദീനില് സക്സസ്ഫുൾ ആവാന്നുള്ളതിനുള്ള വഴി ഇതാണ്, നമുക്ക് റബ്ബാനി ആവാനുള്ള വഴി ഇതാണ് നമുക്ക് കാണിച്ചു തന്നത്. വേറെ അല്ലാത്ത വഴിയൊക്കെ നമ്മൾ സ്വന്തമാക്കി കണ്ടുപിടിച്ച് നമ്മൾ അങ്ങോട്ട് വിശ്വസിക്കുകയാണ് ഇതാണ് ശരിയായ വഴിയെന്ന്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് തീരുമാനിക്കാം അത് വിശ്വസിച്ചിട്ട് മുന്നോട്ട് പോണോ അല്ലെങ്കിൽ ശരിയായ വഴി തിരഞ്ഞെടുക്കണോ എന്നുള്ളത്. ദുആ ചെയ്യെല്ലാരും. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കണം അല്ലെ, നമ്മളെ സൃഷ്ടിച്ച റബ്ബിന് നമ്മളെ ഉള്ളും പുറം അറിയാം. 83-ാമത്തെ ആയത്താണ് ഞാൻ പറയുന്നത്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂന വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർദി തൗഅൻ വകർഹൻ വഇലൈഹി യുർജഊൻ. അപ്പൊ നമ്മളെ സൃഷ്ടിച്ച നമ്മളെ ഉള്ളും പുറവും അറിയുന്ന റബ്ബിന് എന്തറിയാം? നമുക്ക് വേണ്ടിയിട്ട് റബ്ബ് ചില നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ. നമ്മൾ ജീവിക്കേണ്ട ആ ഒരു രീതി റബ്ബ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് അള്ളാഹു പഠിപ്പിച്ചിട്ട് നമ്മൾ വേറെ എന്തിലേക്കെങ്കിലും തിരിയുന്നുണ്ടെങ്കിൽ നമ്മൾ നമുക്ക് തന്നെ ഉപദ്രവം വരുത്തി തീർക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ, അവര് വേറെ എന്തോ ആണോ തേടുന്നത്? അതെന്തൊരു ക്രേസിനെസ് ആണ് അല്ലെ, എന്തൊരു വിഡ്ഢിത്താണത്. സുബ്ഹാനല്ലാഹ്. നമ്മള് ശരിക്കും നമ്മളെ ഒരു കുഞ്ഞി പല്ല്, നമ്മളെ വായിലുള്ള ഒരു ചെറിയ പല്ലിന് എന്തെങ്കിലും പ്രശ്നം വന്നിട്ട് സുബ്ഹാനല്ലാഹ് അതൊന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാല് എന്തൊരു പ്രയാസമായിരിക്കും അല്ലെ പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അത് പഴയതുപോലെ ആവും? ഒരിക്കലും ഇല്ല. അപ്പൊ നമ്മളെ ശരീരത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ഒരു കാര്യത്തിന് ഒരു ചെറിയ മാറ്റം വരുത്തുമ്പം എന്തൊരു പ്രയാസമാണത്.
ഒരു ചെറിയൊരു ഡിസ്പ്ലേസ്മെന്റ് നമ്മുടെ ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ബ്ലാക്ക് മാർക്ക് അല്ലെ, അല്ലെങ്കിൽ ഒരു മുറിവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ തന്നെ ഒരു കോൺഫിഡൻസ് കുറവാണ് അല്ലെ, എന്റെ മുഖത്തുള്ള ആ ഒരു അടയാളം ആൾക്കാർ കാണുന്നല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നെ എങ്ങനെയാണ് ഈമാനിലേക്ക്, വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, അമലിലേക്ക് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല തന്ന നിയമം അത് അറിഞ്ഞിട്ടും അതനുസരിക്കാതിരിക്കുമ്പോൾ, മറ്റുള്ള എന്തിനൊക്കെയോ അനുസരിക്കുമ്പോൾ, നഫ്സിനെയോ സമൂഹത്തിനെയോ ആളുകളെയോ പണത്തിനെയോ എന്തിനൊക്കെയോ അനുസരിക്കുമ്പോൾ നമ്മൾ ഇത്ര കോൺഫിഡന്റ് ആയിട്ട് നിൽക്കുന്നത് എങ്ങനെയാണ്? ഈമാനില്ലാത്ത തന്നെ അല്ലെ, വേറൊരു കാരണവും പറയാനില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് എന്താണോ തന്നത് അതാണ് നമുക്ക് ബെസ്റ്റ്. നമ്മളെ സൃഷ്ടിച്ച നമ്മളുടെ റബ്ബ് അല്ലെ, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ച നമ്മളുടെ റബ്ബ്, നമ്മളെ മേല് കംപ്ലീറ്റ് അതോറിറ്റി ഉള്ള നമ്മളുടെ റബ്ബ് സുബ്ഹാനല്ലാഹ്, നമുക്ക് വേണ്ടി പ്രവാചകന്മാരെ അയച്ച നമ്മളുടെ റബ്ബ്, അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ ദീനിനെ അയച്ച നമ്മളെ റബ്ബ്, ആ റബ്ബ് നമ്മളിലേക്ക് തന്ന ദീനിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നിൽക്കുമ്പോൾ നമ്മൾ നമുക്ക് തന്നെ ഉപദ്രവമാണ് വരുത്തി തീർക്കുന്നത്, ഒരു സംശയവുമില്ല. സുബ്ഹാനല്ലാഹ്. ഇനി അവസാനത്തെ ആയത്ത്, قل آمنا بالله وما أنزل علينا وما أنزل على إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى والنبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. അപ്പോൾ നമ്മൾക്ക് വിശ്വാസത്തിന്റെ ആ ഒരു ബാധ്യത അല്ലെ, അള്ളാഹു അയച്ചതില് അല്ലെ, നമ്മൾ അറിയുന്നതും അറിയാത്തതുമായ അള്ളാഹു അയച്ച ഏത് ഗ്രന്ഥമാണെങ്കിലും ഏത് പ്രവാചകനാണെങ്കിലും അതിലേതെങ്കിലും ഒന്നിലെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഈമാൻ സ്വീകാര്യമല്ല. ഓക്കെ, നമ്മൾ എല്ലാത്തിലും വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ അള്ളാഹുവിന് മാത്രം കീഴൊതുങ്ങൽ, നഹ്നു ലഹു മുസ്ലിമൂൻ, അതിന്റെ ഒരു നിർബന്ധ ഒബ്ലിഗേഷനും ആ ഒരു ഉത്തരവാദിത്വം കൂടെയാണ് ഇവിടെ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രവാചകന്മാരുടെ മെസ്സേജും ഇതായിരുന്നു, ഇതാണ് നമ്മളും ചെയ്യേണ്ടത്. അള്ളാഹ്ക്ക് മാത്രം, വേറൊന്നിനും കീഴൊതുങ്ങാതിരിക്കുക, വേറൊരു മനുഷ്യനും ഒരു പ്രവാചകനും ഒന്നിനെയും അള്ളാഹുവായിട്ട് കണക്കാക്കാതിരിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം അതിനർത്ഥം നമ്മൾ ഓക്കെ വേറെ മനുഷ്യന്മാർ പറയുന്ന ഒന്നും ഞാൻ കേൾക്കൂല എന്നുള്ളതാണോ? അല്ല, നമ്മൾ തൗഹീദിൽ അതൊക്കെ നല്ല വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അള്ളാഹ്ക്ക് മാത്രം ഇബാദത്തിന്റെ കാര്യം വരുമ്പോൾ, ദുആന്റെ കാര്യം വരുമ്പോൾ, സഹായങ്ങളുടെ തോട്ടത്തിന്റെ കാര്യം വരുമ്പോൾ അത് അള്ളാഹുലേക്ക് മാത്രം, സുജൂദ് അള്ളാഹുലേക്ക് മാത്രം. പിന്നെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് അതിനെ നിരസിച്ചുകൊണ്ട് നിരാകരിച്ചുകൊണ്ട് മറ്റുള്ളവരെന്തെങ്കിലും പറയുന്നത് നമ്മൾക്ക് അനുസരിക്കേണ്ട ആവശ്യമില്ല. അവിടെ അള്ളാഹുവിനാണ് അത്. അല്ലാത്ത അള്ളാഹുവിന്റെ കൽപ്പനയായിട്ട് ബന്ധമില്ലാതെ, ഇപ്പം നമ്മൾ പറയാറുള്ള ഒരു ഉദാഹരണമാണ് ട്രാഫിക്കിൽ റെഡ് ലൈറ്റ് കണ്ടാൽ നിർത്തുക എന്നുള്ളത് അല്ലെ. അവിടെ അള്ളാഹ്ക്ക് അതിന് ഓപ്പോസിറ്റ് ആയിട്ട് കൽപ്പനകളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ അധികാരികളെ അനുസരിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് അതനുസരിക്കണം, പേരൻസിനെ അനുസരിക്കേണ്ടതിന്റെ ഭാഗമായിട്ട് അതനുസരിക്കണം. അങ്ങനെയല്ല, മനുഷ്യന്മാരെ എല്ലാ കാര്യത്തിലും അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് മനുഷ്യന്മാരെ അനുസരിക്കാൻ പറ്റില്ല, അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് മനുഷ്യന്മാരെ ഇഷ്ടപ്പെടാൻ പറ്റില്ല, അള്ളാഹ്ക്ക് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് മനുഷ്യന്മാരിൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഈ പറഞ്ഞതെല്ലാം ഒരു ലെവലിൽ മനുഷ്യന്മാരിൽ ആവശ്യമാണ്. ലാ തആ ലിമഖ്ലൂഖ് ഫീ മഅസിയത്തിൽ ഖാലിഖ് അല്ലെ, അള്ളാഹുവിന് അനുസരണക്കേട് കാണിച്ചുകൊണ്ട് ഒരു സൃഷ്ടിക്ക് ഒരു അനുസരണ കാണിക്കൽ ഇല്ല. ഇനി വേറെ ഒരു കാര്യം, നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന വാക്ക്, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, ഇനി നമ്മൾ ഒഴിവാക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഒക്കെ നമ്മളോട് തന്നെ ചോദിക്കുക, ഇത് അള്ളാഹ്ക്കുള്ള കീഴൊതുങ്ങലാണോ, അള്ളാഹിന് സബ്മിറ്റ് ചെയ്യുന്ന നഹ്നു ലഹു മുസ്ലിമൂ എന്ന് പറയണ്ടല്ലേ, നമ്മൾ അള്ളാഹ്ക്ക് കീഴൊതുങ്ങുന്നവരാണെന്നും. അപ്പൊ നമ്മളൊരു മുസ്ലിം ആണെന്നുണ്ടെങ്കിൽ, അള്ളാഹ്ക്ക് കീഴൊതുങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അള്ളാഹ്ക്ക് കീഴൊതുങ്ങുന്നുണ്ടോ, ശരിക്കും സബ്മിസീവ് ആണോ നമ്മൾ എന്ന് നമ്മൾ ചിന്തിക്കും ഓരോ കാര്യത്തിലും. ഓക്കെ, നമ്മൾ ഓരോന്ന് പറയുമ്പോഴും, ഓരോന്ന് ചെയ്യുമ്പോഴും, ഓരോന്ന് ചെയ്യാതിരിക്കുമ്പോഴും, ഓരോന്ന് പറയാതിരിക്കുമ്പോഴും ഇത് അള്ളാഹ്ക്ക് കീഴും. കാരണം ഒരു മുസ്ലിമിന്റെ ഡ്യൂട്ടി 24/7 എപ്പോഴെങ്കിലും അല്ല, എന്തിലും അള്ളാഹ്ക്ക് സബ്മിറ്റ് ചെയ്യുന്നത് അവനായിരിക്കണം അല്ലെ. ഇനി അഥവാ മിസ്സായി പോയാൽ തൗബ ചെയ്യല് തിരിച്ച് അള്ളാഹുവിൽ സബ്മിറ്റ് ചെയ്യലാണ്. എന്നിട്ട് നമ്മളെ രീതികൾ നന്നാക്കല് വീണ്ടും അള്ളാഹുവിൽ സബ്മിറ്റ് ചെയ്യലാണ്. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മളെ തന്നെ ചതിക്കും അല്ലെ, ഞാൻ ഭയങ്കര മുസ്ലിമാണ്, ഭയങ്കര മുത്തക്കിയാണ്, അതാണെന്ന്. പക്ഷെ നമ്മൾ ചെയ്യുന്നതൊന്നും ശരിക്കും അള്ളാഹ്ക്ക് കീഴൊതുങ്ങിയിട്ടുള്ളതൊന്നും ആയിരിക്കില്ല. നമ്മളൊരു കാരണം കണ്ടെത്തുന്നതാണ് നമ്മളെ നഫ്സിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ ഓരോ സമയത്ത് നമ്മൾ അനലൈസ് ചെയ്യാം, നമ്മൾ ഈ നഹ്നു ലഹു മുസ്ലിമൂൻ പറയാനുള്ള അർഹതയുള്ള ആളുകളാണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒരു മുസ്ലിം എന്തായിരിക്കണം? റബ്ബാനി ആയിരിക്കണം. അള്ളാഹിനെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് വർഷിപ്പും ചെയ്യണം, അതിനനുസരിച്ച് ജീവിക്കുകയും വേണം,
അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം. അപ്പൊ നമ്മൾ റബ്ബാനി ആവുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിക്കുന്നതിന്റെ ഒന്നും ശരിക്കുള്ള റിസൾട്ട് നമ്മളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മളെ തന്നെ ഓർമ്മപ്പെടുത്താം. സുബ്ഹാനല്ലാഹ്. റബ്ബാനി എന്നുള്ള വാക്ക് ശരിക്കും ഭയങ്കര ഹൈലൈറ്റ് ആണ് ഈ സെഷന്റെ. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളിലേക്ക് നമ്മളെ എത്തിക്കട്ടെ. അള്ളാഹുവിന്റെ ദീന് ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അത് മറ്റുള്ളവരിലേക്കും പ്രാവർത്തികമാക്കാൻ സഹായിക്കുന്ന രീതിയിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്ത് അതുവഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും മറ്റു പ്രവാചകന്മാരുടെയും അവരുടെ മിഷനിൽ സഹായിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കുടുംബങ്ങളെയും നമ്മളെ മക്കളെയും വരുന്ന തലമുറകളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.